യൂപ്രട്ടീസിൽ ഒരു സ്വർണ്ണമല ഇനി വേറെ വരാം, സ്വർണം, ഗോൾഡ്, സ്വർണം തന്നെ വരും എന്നൊരു അഭിപ്രായം എനിക്കില്ല, വരില്ല എന്ന അഭിപ്രായവുമില്ല. എന്നാൽ ഇതാവാം ആ സ്വർണ്ണമല എന്നതിനുള്ള ധാരാളം എവിഡൻസ് ഈ പുസ്തകത്തിനുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു ദൃഷ്ടാന്തമാണ്. ഞാൻ പറയുന്നത് ഇനി ഒരു സ്വർണ്ണമല പൊങ്ങൂലെന്നൊന്നും എനിക്ക് വാദമില്ല. സൊസൈറ്റിയുടെ രീതിയൊക്കെ ഇനിയും അട്ടിമറിഞ്ഞേക്കാം. പക്ഷേ ഈ നടത്തിയ ഗവേഷണം നമ്മൾ ബോധവാന്മാരായാൽ നമുക്കതിന് ഒരുപാട് വിജ്ഞാനങ്ങൾ കിട്ടും. ഒന്ന്, മുൻകരുതലുകൾ കിട്ടും. രണ്ട്, ഈ സ്വർണ്ണമല എന്ന് പറയുന്ന പുണ്യ റസൂൽ യൂപ്രട്ടീസിൽ രോഗാവസാനത്തിന്റെ തൊട്ട് മുമ്പായി പോകുന്ന സ്വർണ്ണമല ഈ പെട്രോളിയം ആണെന്ന് സങ്കല്പിക്കൂ. അങ്ങനെ മഹ്ശറിൽ പോയിട്ട് നമ്മൾ കുടുങ്ങുന്നത് എന്തിനാ? പിന്നെ മഹ്ശറിൽ മുഖത്തോട് മുഖം നോക്കിയിട്ട് അതായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അത് കഴിഞ്ഞില്ലേ? പിന്നെ ഈ വിഷയത്തിൽ ഗവേഷണം നടക്കാതിരിക്കാനും കാരണമുണ്ട്. ഈ വിഷയത്തിൽ വേണ്ടത്രൊരു ഗവേഷണം നടന്നിട്ടില്ല. ഒരുപാട് ചില ആശയങ്ങളിൽ ലോകത്ത് വലിയ ഗവേഷണങ്ങൾ നടന്നിട്ടില്ല. ചില ആശയങ്ങൾ അതിൽ കുറ്റം പറയല്ല. ഒരു കാര്യം പഠിക്കുമ്പോൾ വഹാബിസം, ഈ വഹാബിസത്തിൽ സാധാരണ ആളുകൾ കാണുന്ന ഒരു അപകടമല്ല ഞാൻ കാണുന്നത്. അത് വലിയൊരു ദുരന്തമായിട്ടാണ്. അല്ലാതെ പെണ്ണുങ്ങൾ പള്ളിക്ക് പോകാൻ അവർ സമ്മതിക്കില്ലെന്നോ അവർ ദിക്ർ നടത്താൻ സമ്മതിക്കും, ഇതൊന്നും അല്ല എൻ്റെ വിഷയം. അതൊന്നും അല്ല. ഇത് കുനൂത്തോതാൻ സമ്മതിക്കില്ലെന്നോ അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ മാനവരാശി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്ത വഹാബിസമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെന്തുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കുന്നത്? അത്രയും അതിൽ പഠനം നടത്തി. അതുപോലെ ഒരു അപകടം ഇനി ലോകത്ത് വരാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു ശുദ്ധമായ വെള്ളത്തെ മലിനമാക്കുന്നതിനേക്കാളും വലിയ ഒരു വികൃതിയില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് വെള്ളം ആവശ്യം. വെള്ളമില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ മര്യാദക്ക് നമ്മളെ നാട്ടിൽ കിടന്നുറങ്ങുന്നത്? നേരെ വെളുത്ത ശുദ്ധവെള്ളം കിട്ടാനുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഹൈലു നിഫാസുള്ള പെണ്ണിന് അവരുടെ ബെഡിൽ സന്തോഷമായി കിടക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ്? കുറച്ച് നേരം വെളുത്താൽ കുളിക്കാൻ കഴിയും, പക്ഷെ വെള്ളം ഇവിടെ ഉണ്ട്, ശുദ്ധമായ വെള്ളം കിട്ടാനുണ്ട്. ഒരാൾക്ക് ജനാപത്താവുന്നതിനൊക്കെ പ്രയാസമില്ലാത്തതും ബേജാറാവാതെയും അയാൾ ഇരിക്കുന്നത് എന്തിന്? നേരം വെളുത്താൽ കുളിക്കാൻ സുബൈൻ്റെ പെണ്ണിന് കുളിക്കാൻ വെള്ളം കിട്ടാനുണ്ട്. വെള്ളം കിട്ടാനില്ലെങ്കിലോ? വെള്ളം കിട്ടാനെങ്കിൽ അവസ്ഥ എന്താണ്? അത് എന്ത് വെള്ളം? ശുദ്ധവെള്ളം കിട്ടണം. ശുദ്ധമായ വെള്ളം കിട്ടിയാലേ ജനാപത്ത് കുളിക്കാൻ പറ്റുള്ളൂ, ഹൈദു നിഫാസ് കുളിക്കാൻ പറ്റുള്ളൂ. കുടിക്കലും അടക്കട്ടെ, കുടിക്കലൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യമാണെങ്കിലും അത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നമ്മളിവിടെ വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മുടെ ആയുസ് സമർപ്പിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട മർമ്മങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ എന്ത് സംഭവിച്ച ഒരു തോട്ടിലെ വെള്ളം അയാൾ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി പോകുന്ന സമയത്ത് ഒരു കൂട്ടർ തോട്ടിൽ വൃത്തികേട് കലക്കുന്നത് കണ്ടാൽ അയാൾ വെറുതിരിക്കും. കിണറ്റിലേക്ക് മാലിന്യം എറിയുന്നത് കണ്ടാൽ വെറുതിരിക്കും. അയാൾ അന്നത്തേക്കുള്ള കുടിവെള്ളം ഒക്കെ എടുത്തു വെച്ചു. അയാൾ നാടുവിട്ട് പോകുക, അയാൾ അവിടെ വരുന്നില്ല. അപ്പോഴാണ് ഒരു കിണറ്റിലൊരാൾ മാലിന്യം കലക്കുന്നത്. അയാൾ നോക്കിയിരിക്കും. ഒരു മനുഷ്യനാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യരാശി ഈ നാട്ടിലുള്ള കാലത്തോളം ഇവിടെ എന്താവശ്യമാണ്? പറയും, ശുദ്ധമായ കുടിവെള്ളം വേണ്ടേ? ഇതാണ് ഇസ്ലാം. ഇസ്ലാമിൽ കള്ളത്തരം കടത്തിക്കൂട്ടാൻ പാടില്ല. അടുത്ത തലമുറക്ക് നീയും ഞാനും നന്നായോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ ഒരാൾക്ക് നന്നാവണമെന്ന് തോന്നിയാൽ അതിന് സാധനം ഇവിടെ വേണ്ടേ? ആ സാധനം ഇല്ലെങ്കിൽ എങ്ങനെ നന്നാവും? അതിൽ കള്ളത്തരം കടത്തിക്കൂട്ടിയാൽ എങ്ങനെ അടുത്ത തലമുറ, അടുത്ത ജീവരാശി നന്നാവും? ഇസ്ലാമിലേക്ക് തീവ്രവാദവും ഭീകരവാദവും കടത്തിക്കൂട്ടി അതിനെ മലിനമാക്കുന്നതിനേക്കാളും വലിയ ദുരന്തം മാനവരാശി കണ്ടിട്ടില്ല. ഇസ്ലാം ഒരിക്കലും തീവ്രവാദമല്ല, ഒരിക്കലും അത് അംഗീകരിക്കേയില്ല ഇസ്ലാം. ഇന്ന് ലോകത്ത് മുഴുവനും വന്ന ഒരു ടോക്ക് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്. ഈ ടോക്ക് വഹാബിസത്തിനാൽ വന്നതാണ്. ഇസ്ലാമിൽ അത് വരൂല. ഇസ്ലാമിൽ അങ്ങനത്തെ സ്വഭാവം ഇല്ല. ഒരാശയം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ഒരാളെ കൊലപ്പെടുത്തുക എന്നത് പുണ്യ റസൂൽ ചെയ്തിട്ടില്ല. ലോക ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അങ്ങനെ ഒരാൾ കാണിച്ചാൽ ഈ പണി നിർത്തും. ലോക ചരിത്രത്തില്ല. ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തിട്ടില്ല. അവരല്ലേ ദീനിന്റെ അടിസ്ഥാനം. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മുഹ്ദിയീൻ. അള്ളാഹുവിന്റെ ഹബീബ് അവരല്ലേ ഇസ്ലാമിന്റെ മാതൃക കാണിച്ച്.
ഒരാശയം സ്വീകരിക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ താൻ കൊണ്ടുവന്ന ആശയം അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഒരാളെ ഉപദ്രവിച്ചൊരു ചരിത്രം പുണ്യ റസൂലിനില്ല. പുണ്യ റസൂലിന്റെ ജീവിതത്തിലില്ല, സിദ്ദീഖുൽ അക്ബറിന്റെ ജീവിതത്തിലില്ല, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ജീവിതത്തിലില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ജീവിതത്തിൽ, അലി ഇബ്നു അബി ത്വാലിബിന്റെ ജീവിതത്തിലില്ല. അവരല്ലേ ഖുലഫാഉർ റാഷിദൂൻ? ഇല്ല, അങ്ങനെ ഉണ്ടാകൂല. ഒരാശയം സ്വീകരിക്കാത്തതിന്റെ പേരിൽ, ഒരു മതത്തിലേക്ക് മാറി വരാത്തതിന്റെ പേരിൽ ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനെ 14 നൂറ്റാണ്ട് കാലഘട്ടത്തിലെ സുന്നി മുസ്ലിങ്ങൾ, മുസ്ലിം പണ്ഡിതന്മാർ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു ഫത്വ കൊടുത്ത ചരിത്രം ലോകത്തില്ല. അതേ സമയത്ത് വാളും കൊണ്ടാണ് വരുന്നത്. അവരുടെ ആശയം സ്വീകരിച്ചില്ലെങ്കിൽ കൊല്ലുക. അത് അംഗീകരിക്കാൻ കഴിയൂല. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഇസ്ലാമിനെ അത് തെറ്റിദ്ധരിപ്പിച്ചു. ഇസ്ലാമിനെ കുറിച്ച് ലോകത്തെ എല്ലാ കാലത്തും മനുഷ്യർ മനസ്സിലാക്കിയതിൽ ഏറ്റവും വലിയ ഭാഗ്യം ഇസ്ലാമിന്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് എന്ന ഭാഗത്തിനാണ് വെട്ടിയാൽ പിന്നെ മറ്റു ആശയധാരകളിൽ നിന്ന് ഇസ്ലാമിയുടെ വ്യത്യാസം എന്താണ്? ഏറ്റവും ആദ്യത്തെ പദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ഒരു വചനത്തിൽ മാത്രം കരുണയെ 2 വട്ടം ആവർത്തിക്കുക. എന്നിട്ട് അത് തന്നെ ഈ അധ്യായത്തിൽ വീണ്ടും ആവർത്തിക്കുക, അർ റഹ്മാനിർ റഹീം. അത് പറഞ്ഞിട്ടില്ലേ നേരത്തെ? ബിസ്മില്ലയോട് ചേർത്ത് അർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് പിന്നെയും അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്യുക? ഇതന്നെ ആവർത്തിക്കുക. ഏതാ ഈ സൂറത്തേതാ? ദുനിയാവിലുള്ള എല്ലാതിൻ്റെ ഉള്ളിൽ കയറണം. എന്നിട്ട് അർ റഹ്മാൻ റഹീം 2 വട്ടം ആവർത്തിക്കുക. ഈ അർ റഹ്മാൻ റഹീം തന്നെ ആവർത്തിച്ചതുമാണ് എന്ത്? റഹ്മത്തിനെ ആവർത്തിച്ചാണ്. എന്നിട്ടത് വീണ്ടും ആവർത്തിക്കുക. ഇതേതാ? ഉമ്മുൽ ഖുർആൻ. മനസ്സിലായില്ലേ? ഇത് മദർ ഓഫ് ഖുർആൻ. അത് ഖുർആന്റെ മദറാണ്. ഉമ്മുൽ ഖുർആനാണ് ഏത്? ഫാത്തിഹ. എന്നിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തെ കൊടാനക്കോടി ആശയങ്ങൾ ഗർഭം പേറി നിൽക്കുന്ന 6000 ചില്ലാനം വചനങ്ങളുള്ള വിശുദ്ധ ഖുർആനിന്റെ മദർ ഓഫ് ഖുർആൻ, മനസ്സിലായില്ലേ? വേർഡ്സ് ഓഫ് ഖുർആൻ എന്ന് പറയാവുന്നതാണ് എന്ത്? ഫാത്തിഹ. ഈ ഫാത്തിഹയിൽ ഒരൊറ്റ വചനത്തിൽ റഹ്മത്തിനെ ആവർത്തിച്ചിരിക്കും. എന്നിട്ട് അതേ സൂറത്തിൽ വീണ്ടും ഇതേ വാക്ക് വീണ്ടും ആവർത്തിച്ചിരിക്കും. ബിസ്മില്ലയോട് ചേർത്ത് വെച്ച അർ റഹ്മാനിൽ നിന്ന് എന്ത് വ്യത്യസ്തമാണ്? അൽഹംദുലില്ലാഹ്ക്ക് ശേഷമുള്ള അർ റഹ്മാനിർ റഹീം. അതേ പദം, അത് തന്നെ. ഒരു പദം കൂട്ടില്ല, കുറച്ചില്ല. ബിസ്മില്ലാഹി, അതില് വായന ശൈലി പോലും മാറ്റില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ട് അർ റഹ്മാനുർ റഹീം, അങ്ങനെയാണോ? അല്ല, അവിടെ എന്തെന്നെ ബിസ്മില്ലയിലേക്ക് ചേർത്ത് വെച്ച അർ റഹ്മാനിർ റഹീം പോലെ തന്നെയാണ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ട് എന്ത്? അർ റഹ്മാനിർ റഹീം. വായനാശൈലി പോലും മാറ്റല്ല. പിന്നെ ഇതിനാവർത്തിച്ചു. ഇതേതാ അധ്യായം? ചെറിയ കൊച്ചു വാക്കുകൾ 7. അതിനുള്ളിൽ ലോകത്തെ എല്ലാ വിവരം കയറ്റണം. ഇത് ഉമ്മുൽ ഖുർആനാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കുക. എന്തേ? ഇസ്ലാം എന്നാൽ അത് കരുണയാണ്. മനുഷ്യരോട് ചെയ്യേണ്ട കരുണ, പടച്ചവൻ മനുഷ്യനോട് ചെയ്ത കരുണയുടെ മുന്നറിയിപ്പ്. പടച്ചവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കരുണ. അത് വായിക്കാൻ നമ്മൾ മറന്നുപോയി. ഇതൊന്നും നമ്മൾ വായിച്ചിട്ടില്ല. പടച്ചോന് ശിക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കണ്ടേ? ശിക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ അങ്ങനെയല്ലേ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ നടുവിലാണ്. ശിക്ഷയെ പറ്റി ബോധമില്ലെങ്കിൽ കുട്ടി പഠിക്കൂല. ശിക്ഷിക്കാൻ നടക്കണവൻ. അപ്പൊ ഞാൻ തിരിച്ചു വരും. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ അതൊരു ദുരന്തം തന്നെയാണ്, വലിയ ദുരന്തം. പക്ഷെ ആ ദുരന്തം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ മാനവരാശിയിൽ മൊത്തം മുസ്ലിമീങ്ങളെയും ബാധിച്ചു. അധികാരി വർഗങ്ങൾ മുഴുവൻ ആ ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ പണ്ഡിതന്മാർ അതേക്കുറിച്ച് നടത്തേണ്ട ഗവേഷണത്തിൽ വിമുഖരായി.
2021 അവസാനം മുതൽ 2022 മധ്യം വരെ ഞാൻ നടത്തിയ ഒരു 10-22 പ്രഭാഷണങ്ങളുണ്ട്. ആ പ്രഭാഷണങ്ങളിൽ ഒരു ഗവേഷണം നടത്താൻ പോലും തയ്യാറായില്ല. എന്തുകൊണ്ട്? മാനവരാശി മുഴുവൻ വഹാബിസം മൂടിക്കഴിഞ്ഞു മുസ്ലിം ലോകത്തെ. ഇനി ആരതിനെ കുറിച്ച് ഗവേഷണം നടത്തിയോ അവൻ പഴിക്കപ്പെടും. അപ്പോൾ പഴി കേൾക്കാൻ ആരും തയ്യാറായില്ല. ഇതൊന്നും വെറുതെ ഒരു വിഷയത്തിൽ അവസാനിക്കുമെന്ന് എനിക്കെന്താ ഇവരോടൊരു പ്രത്യേക ദേഷ്യമുണ്ട്. ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനല്ലേ. പക്ഷെ കാര്യം ഗവേഷണം നടത്തുമ്പോൾ നമുക്കതിന് ഗൗരവം മനസ്സിലാവും. ഇതിപ്പോ ഈ ചായ കൊണ്ടുവന്നു, ഞാൻ കുടിച്ചു. ഈ ചായയിൽ ഒഴിച്ച പാല് പാക്കറ്റ് പാലാണെന്ന് സങ്കല്പിക്കൂ. പാക്കറ്റ് പാലിനെ കുറിച്ച് ഗവേഷണം നടത്തിയ ഒരാൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാൾ നടാടെ ഈ ക്ലാസ്സിൽ വന്നു ചേർന്ന ആളാണെങ്കിൽ പോലും അയാൾ ഞാനിത് കുടിക്കുന്നുണ്ടാൽ വേഗം അയാൾ മനുഷ്യത്വം അയാൾ എണീറ്റ് വേഗം വന്നൊരു സ്ഥലം ഇത് പാക്കറ്റ് പാലാണോ അറിയൂല. എന്നാ ഒന്ന് അന്വേഷിക്കാരെങ്കിലും പാക്കറ്റ് പാലാണോ കുടിക്കരുത് ഉസ്താദേ, നിങ്ങൾ ഞങ്ങൾ ഉസ്താദാണ്, നിങ്ങളെ ഞങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ട്. അപ്പൊ വേറുള്ളവര് എന്താ ആലോചിക്കുക, ഇപ്പം ഇവിടുന്ന് വരുന്നു. ഞാനിപ്പോഴത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് 2 പാക്കറ്റ് പാലിന്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് വരുന്നു. എന്നിട്ടിപ്പോ പാക്കറ്റ് പാല് കുടിച്ചിട്ട് മരിച്ചോ? ഇവിടെ ക്ലാസ്സിന് ആരും അല്ലായി തുടങ്ങിയിട്ട് ഈ ക്ലാസ് നിൽക്കാലം വരെ ഒരു പാക്കറ്റ് പാൽ ഇവിടെ അല്ലാത്തൊന്നും ഇവിടെ കുടിച്ചിട്ടില്ല. ഇവനെ ഇവിടുന്ന് വരിക പറയോ അല്ലേ? പക്ഷെ അയാളുടെ മുഖം മുഴുവൻ മ്ലാനമായി, അയാൾ എന്തോ ഇടുക്കി വീഴും പോലെ അയാൾ അത് നോക്കി നിൽക്കും. അയാൾക്ക് സഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്താണ് അയാളുടെ പ്രശ്നം? അയാളത് പഠനം നടത്തിയപ്പോൾ അതിന്റെ അത്ഭുതകരമായ വിഷാംശത്തെ കണ്ടെത്തി. അതിനടങ്ങിയ വിഷാംശങ്ങൾ ഏറ്റവും വലിയ വിഷാംശമാണ്. ഇഞ്ചിഞ്ചായി നിങ്ങളെ കൊല്ലുന്ന വിഷാംശം അതിലുണ്ടെന്ന് അയാൾ കണ്ടെത്തിയപ്പോൾ എന്റെ ഉസ്താദ് ക്യാൻസർ ഉണ്ടാകരുത്, എന്റെ കൂടെയുള്ള ഒരാൾ, ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു മനുഷ്യന് അതിലെത്തരുത് എന്ന അയാളുടെ മനുഷ്യത്തല്ലേ അത്? നമ്മളെല്ലാവരും ഇപ്പൊ ഈ ഇവിടുത്തെ ഏറ്റവും വലിയ ക്രിമിനലാണല്ലോ നിങ്ങൾ വരെ അയാളെ കുറ്റപ്പെടുത്തുമല്ലോ. പക്ഷെ അയാളുടെ ഉദ്യോഗത, അയാളുടെ വിഷമം, അയാൾ അതിൽ കാണിക്കുന്ന അസഹനീയത, ഓരോ കവിളും ഞാൻ കുടിക്കുമ്പോഴും അയാൾ അസഹനീയനാവാണ്. ചിലപ്പോ നമ്മൾ ഈ ക്ലാസ് തന്നെ പിടിച്ച് പുറത്താക്കും. പുറത്തു പോണം. എന്തുകൊണ്ട്? എന്നാൽ അയാൾ വേദനയോടുകൂടെ വേണം പുറത്താക്കുക. നമ്മൾ പുറത്താക്കും. പുറത്തു പോണം. മുസ്ലിം ലോകത്തിനൊരു ദുരന്തമേ അവസാന കാലത്തുണ്ടാവുള്ളത് വഹാബിസാണ്. ഇസ്ലാമിന്റെ മുഴുവനും സൽപ്പേരിനെ നശിപ്പിച്ചു. 100%. ഞാനൊരു 22 ഗവേഷണ പ്രസംഗങ്ങളാണ് നടത്തിയത്. പകുതിയായിട്ടുള്ളൂ, ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. കാരണം നാട് അസഹനീയമായി. ഞാൻ എങ്ങനെ പറയാ? പിന്നെ ഇപ്പൊ ചില ആളുകൾ പറയുന്ന ശൈലി ഒന്ന് മാറ്റണം എന്നാണ്. ഇന്ന് വൈകുന്നേരങ്ങൾ ഒരാളെ കുത്തിക്കൊല്ലും കേട്ടോ, പറയാൻ പറ്റും. അങ്ങനെ ഇന്ന് വൈകുന്നേരം ഒരാൾ, ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു ക്രൂരൻ വേറൊരാളെ കുത്തിക്കൊല്ലുമെന്ന വിവരം എനിക്ക് കിട്ടിയാൽ വൈകുന്നേരം കുത്തിക്കൊല്ലരുത് കേട്ടോ എന്നാണ് പറയേണ്ടത്. എങ്ങനെ ശൈലി മാറ്റാം? ആ ശൈലി എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ ഒരു സോഫ്റ്റായി പറയണമെന്നാണ്. അങ്ങനെ മറ്റത് എവിടുന്ന് ഞങ്ങൾ വരുന്നത്? പറയണേ സ്വർഗത്ത് കയറിനെ പറ്റി അങ്ങനെ പറയാം. സ്വർഗമുണ്ട്, അവിടെ മന്തി ഉണ്ട്, അവിടെ വേച്ചോറുണ്ട് എന്നൊക്കെ പറയാം. അതൊക്കെ ചിരിച്ചുകൊണ്ട് പറയാം. ഇസ്ലാമിനെ മുഴുവനും അതിൽ വിഷം കയറ്റിയിട്ടുണ്ട് വഹാബികൾ എന്നും എങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാം? ഇവന്റെ ശൈലിയല്ല പ്രശ്നം, അവരുടെ കണ്ടന്റാണ്. പക്ഷെ കണ്ടന്റിന് പറയാൻ പറ്റൂല, ശൈലിയിലേക്ക് മാറി. നിങ്ങൾ എനിക്ക് വിഷയമല്ല, എനിക്ക് മരിക്കണവരെ ജീവിക്കണമെന്നേ ഉള്ളൂ. അതിന്റെ റബ്ബ് നടത്തി തരും. നിങ്ങളെല്ലാവരും ഇങ്ങനെ കൂട്ടിനടച്ചാൽ എനിക്ക് പ്രശ്നം, എന്റെ ഉത്തരവാദിത്വം കഴിയും. മുസ്ലിം രാജ്യങ്ങളെ മുഴുവൻ അത് വിഴുങ്ങി. എല്ലാവരും
പ്രത്യയശാസ്ത്രങ്ങൾ, ഇസ്ലാമിക എത്രത്തോളം എന്നാൽ സൂഫി ഇസ്ലാം എന്ന സാധനം പോലും 90% ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. സൂഫി ഇസ്ലാമിൽ പോലും വഹാബിസം കയറിക്കഴിഞ്ഞു. 90% ലോകത്തെ സൂഫികളും ഇന്ന് മുക്കാൽ വഹാബിയാണ്. അങ്ങനെയാണത്. പഞ്ചസാര ഇല്ലാതെ നാട്ടിലെ മധുരല്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴും നമുക്കൊരു പായസം കണ്ട് നമുക്ക് കുടിക്കാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ, പായസം കാണുമ്പോൾ കുടിക്കാൻ പൂതിയില്ലേ? നമുക്ക് ഷുഗറും ഉണ്ട്. മടിച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്ലാസ് ഒന്നും കുടിച്ചെഴുതി കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഒപ്പമുള്ളവനും പറയും ഞാൻ പോണു. അപ്പോൾ നമ്മൾ ചിരിച്ചോണ്ട് എന്ത് ചെയ്യും? ഒരു ഗ്ലാസ് കുടിച്ചു, കുടിക്കുമല്ലോ. ഇതെന്താ സാധനം? പഞ്ചസാര വിഷമാണ്. ഇത് പഞ്ചസാര വിഷമാണെന്ന് അറിയുന്നവനും എന്ത് ചെയ്യും? പഞ്ചസാര അത്രത്തോളം വ്യാപകമായി കഴിഞ്ഞാൽ പഞ്ചസാര വിഷമാണെന്ന് അറിയുന്നവനും എന്ത് ചെയ്യും? ഒരു കവളെങ്കിലും എല്ലാ ദിവസവും പഞ്ചസാരന്റെ കുടിക്കും. അങ്ങനെയൊന്നും മരിച്ചുപോകില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരം പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഒരു മജ്‌ലിസ് കഴിഞ്ഞപ്പോൾ അവിടെ അലുവയുമുണ്ട്, എന്താ പറയാ, അലുവയുമുണ്ട്, പായസവും. അപ്പോൾ ഒരു വിരുദ്ധൻ എന്ത് ചെയ്തു? അലുവ കഷ്ണം ചെറുതാക്കി അയാൾക്ക് കിട്ടിയ അലുവ കഷ്ണം മുറിച്ച് അയാൾ പായസത്തിലേക്ക് ഇട്ടു. എന്നിട്ട് അയാൾ കുടിക്കുമ്പോ എന്തു പറഞ്ഞു? ഞാൻ ഏതായാലും രണ്ടും കൂടി വേണ്ട. മനസ്സിലായില്ല? അലുവന്റെ കേടും പായസത്തിന്റെ കേടും കൂടി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്? അലുവ ഒഴിവാക്കി. മനസ്സിലായില്ല? ഇപ്പോ എന്തേ ചെയ്യുന്നുള്ളൂ? പായസേ കുടിക്കുന്നുള്ളൂ. പായസവും കുടിച്ച് അലുവയും തിന്ന് അങ്ങനല്ല, എന്തേ ഉള്ളൂ? പായസം കുടിച്ച് പായസത്തിലേക്ക് ഇവന് കിട്ടിയ അലുവ കഷ്ണം ഒഴിവാക്കില്ല, ഒന്നുള്ളി മുറിച്ച് എന്തിൽ കിട്ടു. എന്നാ അപ്പൊ ഞാൻ 2 കേടും കൂടി വേണ്ട, ഷുഗർ ഉണ്ട്, 2 കേടും കൂടി വേണ്ട, എന്ത് ചെയ്യാ? സോഫ്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്തു? പായസം മാത്രമാക്കി. ആരും കാണാതെ എന്തിലേക്ക് മുറിച്ചിട്ടു. ഇതാണ് സൂഫി ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ. ഇല്ല, ജീവിക്കാൻ കഴിയില്ല, ഒന്നും കഴിയില്ല, അവസ്ഥയ്ക്ക് മാറി. അപ്പൊ ഇവിടെ നമ്മൾ ഗൗരവമായി ഈ ദുരന്തത്തെ മനസ്സിലാക്കണം. യൂഫ്രട്ടീസിൽ പൊട്ടി വന്ന ഈ പെട്രോളിയമാണ് ലോകാവസാനത്തിന്റെ സ്വർണം എന്നതാണ് 90%. 99 കേൾക്കുമ്പോൾ ഒരു വിഷമുണ്ടെങ്കിൽ ഞാൻ 10 കൊണ്ട് കുറക്കാം. 90% വീക്ഷണം അങ്ങനെയാണ്. അത് ഈ പുസ്തകം വായിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും ചെയ്യും. ഈ പുസ്തകം വളരെ ഒതന്റിക്കായ രേഖകൾ കൊണ്ട് എഴുതിയ പുസ്തകവുമാണ്. ആരോ ഫേസ്ബുക്കിൽ എഴുതി, അത് എന്താ പറയാ, അത് വിക്കിപീഡിയ നിറച്ചതാണ്. വിക്കിപീഡിയ എന്ന് ഒരക്ഷരം ഈ പുസ്തകത്തിലില്ല. അവർക്കെന്ത് വിക്കിപീഡിയ എന്നും അക്കിപീഡിയ എന്നും അറിയാത്തത് കൊണ്ടാണ്. ഓരോ വിക്കിപീഡിയ എന്ന് മുണുങ്ങണോരാണ്. അതുകൊണ്ട് ഒരക്ഷരം ഈ പുസ്തകത്തിൽ വിക്കിപീഡിയ എന്നില്ല, ഒരക്ഷരമില്ല. ഇത് ലോകത്തെ അതിപ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും വലിയ വലിയ ജിയോളജിസ്റ്റുകളുമായ പ്രൊഫസർമാരും വലിയ എന്താ പറയാ ഹിസ്റ്റോറിയന്മാരും ജിയോളജിസ്റ്റുകളും ലോകം കണ്ട വലിയ യൂണിവേഴ്സിറ്റികളും കൃത്യമായും പ്രസിദ്ധീകരിച്ച, അംഗീകരിച്ച വളരെ ഒതന്റിക്കായ രേഖകൾ, പുസ്തകങ്ങൾ, ലോക പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ, അത് ആര് പ്രസിദ്ധീകരിച്ച വർഷം, എന്താണ് പേര്, അതിന്റെ കവർച്ചട്ട എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് വിക്കിപീഡിയാവോ? എനിക്ക് മനുഷ്യന്മാരെ ഒരു ഭാഷ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ വിക്കിപീഡിയ എന്ന് വല്ലാഹിലാതെ ഒരക്ഷരമില്ല. ഇതിന്റെ ആദ്യത്തെ മുതൽ അവസാനം വരെ ഒരു അക്ഷരം വിക്കിപീഡിയ എടുത്തിട്ടില്ല. വളരെ വലിയ ശ്രമകരമായ അധ്വാനം, കുറച്ചൊന്നല്ല. കേംബ്രിഡ്ജിന്റെ നിന്ന്, ഓക്സ്ഫോർഡിൽ നിന്ന്, ഏൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്ന്, ഇങ്ങനെ ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വലിയ ഹിസ്റ്റോറിയന്മാരും ജിയോളജിസ്റ്റുകളും ഇങ്ങനെ
കെമിസ്ട്രികളും ഇങ്ങനെ ലോകപ്രശസ്തരായ വളരെ കൃത്യമായി ലോകം അറിയുന്ന വലിയ വലിയ ശാസ്ത്രപടുക്കൾ ഗവേഷകന്മാർ നൽകിയ അവരുടെ അന്തിമ റിപ്പോർട്ടുകൾ, ഗ്രന്ഥങ്ങൾ, ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ, പല ഗ്രന്ഥങ്ങളും ഓക്സ്ഫോർഡിൽ പാഠപുസ്തകങ്ങളാണ്. അതല്ലാത്ത ഒരക്ഷരം ഈ പുസ്തകത്തിൽ ഉണ്ടെന്ന് മാനവരാശിയിൽ ഒരാൾക്ക് തെളിയിക്കാൻ കഴിയും. എന്നിട്ടും പഴി കേട്ടു. എന്താ പഴി? വിക്കിപീഡിയ നടത്തിയിരിക്കുക. എന്താ അവരോടൊക്കെ നമ്മൾ മറുപടി പറയുന്നു? ഇതെന്തിനത് ചെയ്യണത്? എന്റെ കയ്യിൽ പൈസയില്ല, പൈസ ഉള്ള ഒരാളെ കൊണ്ട് പൈസ ഇറക്കി, അങ്ങനെ ആ പുസ്തകം. പിന്നെ ഈ പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ നമ്മൾ പിക്ചറുകൾ കൊടുത്തത്? ചില പിക്ചറുകളെ നിഷേധിക്കാൻ കഴിയില്ല. ആ പിക്ചറുകളും ഇന്ന് ലോകപ്രശസ്തമായ പിക്ചറുകളാണ്. ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അതിൽ മെസ്സേജ് ഉണ്ട്. ചിലത് നമ്മൾ എഴുതിപ്പോയാൽ അത് ആ രൂപത്തിൽ സൊസൈറ്റി മനസ്സിലാക്കൂല. ദുരന്തങ്ങൾ, ചില വസ്തുതകളെ ആ പിക്ചർ കണ്ടാൽ 1000 പുസ്തകത്തിന്റെ മെസ്സേജ് ആ പിക്ചറിനുള്ളിലുണ്ടാവും. ഇത് മാനവരാശി അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്. ഞാൻ ആ പുസ്തകമല്ല, ഞാൻ എഴുതിയ 3 പുസ്തകം വളരെ കൃത്യമായ പിക്ചറുകളെ കുറിച്ച്. എന്തുകൊണ്ട് നിഷേധിക്കരുത്? നിഷേധിക്കൽ ഇന്ന് മനുഷ്യന്മാർക്ക് വളരെ എളുപ്പമാണ്. ചെദ്ദി നടക്കൂല. മറ്റൊരാളെ കൊണ്ട് അതിന് ഒരു സഹായിയെ കൊണ്ട് പണം ഇറക്കി ചെയ്യിപ്പിച്ചു. അതിന് അയാളെ പണത്തിന്റെ 10% പോലും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പുസ്തക വിൽപ്പന പൊടി പിടിച്ച് പണക്കാരനായി എന്നാണ് ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയത്. ഒരു മതസ്ഥാപനത്തിലെ ഒരു പ്രൊഫസർ എഴുതി. സിറാത്ത് പാലത്തിൽ എങ്ങനെയാണ് ഇവരൊക്കെ പ്രവേശിക്കുക? ഈ പുസ്തകം എല്ലാം വെച്ചിട്ട് 10 പൈസയുടെ ഒരു കാലിച്ചായയുടെ ലാഭം എനിക്ക് കിട്ടിയിട്ടില്ല. ഈ പൈസ ഇറക്കിയാളുടെ പൈസയുടെ 10% പോലും തിരിച്ചിട്ടില്ല. 2024 വെച്ച് 25 അയാളെ പൈസ തിരിച്ചു കിട്ടുന്നു തോന്നുന്നില്ല. കാരണം പുസ്തകം ഇറങ്ങിയപ്പോഴത്തിന് പല ആളുകളും അതിനെക്കുറിച്ച് ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിച്ചു. ജനം അങ്ങനെയാണല്ലോ. നമ്മളെ പൈസ വെറുതെ പോകണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പറയല്ല, വാങ്ങണ്ടെന്നല്ല. എനിക്ക് എൻ്റെ റബ്ബ് ഇതിനൊക്കെ പരിഹാരം തരും. വലിയൊരു പൈസ ഇതിന് ചെലവാക്കിയിട്ടുണ്ട് ഈ പുസ്തകങ്ങൾക്ക്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ കിട്ടും, അതൊക്കെ കൊടുത്തു വിട്ടും ഇൻഷാ അല്ലാഹ്. പക്ഷെ ഞാൻ നടത്തിയ ഗവേഷണം അതിന്റെ റബ്ബിന്റെ തൗഫീഖാണ്. അതിനുവേണ്ടി ആളുകളെ കൂടെ ഇരുത്തി പഠിച്ചതാണ്. അതിനുവേണ്ടി നടത്തിയ ശ്രമത്തിന് കയ്യും കണക്കില്ല. എന്തുകൊണ്ട്? എന്റെ വീക്ഷണത്തിൽ 90% അള്ളാഹുവിന്റെ പുണ്യ റസൂൽ പറഞ്ഞ ആ സ്വർണ്ണമല, യൂപ്രട്ടീസിലെ സ്വർണ്ണമല പെട്രോളിയം തന്നെ ആവാനാണ് സാധ്യത. ഇപ്പോൾ ഞാൻ കുടിച്ച ഈ ചായ പാക്കറ്റ് പാലാണ് ഉള്ളതെങ്കിൽ അതിലും എന്തുണ്ട്? ആ സാധനമുണ്ട്. ഞാനിട്ട് കുപ്പായം ഏതായാലും അതാണ് എന്റെ ബട്ടൺ സ്ഥലം. ഇതാണ്. ഇതിന്റെ മുകളിലാക്കിയ പെട്രോളിയം. ഇതിലതിന്റെ സ്വാധീനമുണ്ട്, ഇതിലുണ്ട്. ഈ മുസാഫിന്റെ കവറിലുണ്ട്. എന്തിനല്ലാത്ത ഇന്ന് മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന 99 മനുഷ്യൻ നിർമ്മിക്കുന്ന വസ്തുക്കളും പെട്രോളിയവുമായി ബന്ധപ്പെട്ടതാണ്. ഈ മുറിയിൽ കാണുന്ന ഈ കാർപ്പറ്റ് പെട്രോളിയവുമായി ബന്ധപ്പെട്ടതാണ്. ഈ വിരിച്ചിരിക്കുന്ന ഈ മേട്ട് ഇതെന്തെന്ന് പറയാ? ഇത് പെട്രോളിയം. ഗ്ലാസുകൾ, ഇന്ന് നമ്മൾ കാണുന്ന ഗ്ലാസ് ഹൗസുകൾ, ഗ്ലാസ് മനസ്സിലായില്ലേ? 90% പെട്രോളിയാണ്. വസ്ത്രങ്ങൾ 90% പെട്രോളിയാണ്. ഷൂ, ചെരുപ്പ്, ബെൽറ്റ് ഒക്കെ പെട്രോളിയം. രാസവളങ്ങൾ 100% പെട്രോളിയം. പെട്രോളിയത്തിനാണ് നെല്ല് തിന്നുന്നത്, നെൽച്ചെടി. അതിനാണ് എന്തുണ്ടാവുന്നത്? നെല്ലുണ്ടാവുന്നത്.
മനസ്സിലാവുകൊണ്ട് പറഞ്ഞ ചിന്തിക്ക്. ഇതില്ലാത്തൊരു സാധനമില്ല. മാനവരാശിയെ മുഴുവനും അത് ബാധിച്ചു. ഇന്ന് നമ്മൾക്ക് അധികരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്താ പ്രധാനപ്പെട്ട കാരണം? പെട്രോളിയം. ഷുഗർ, പെട്രോളിയം. എന്താ കാരണം? എന്താ ഈ രോഗമൊക്കെ അധികരിക്കാനുള്ള കാരണം? ആറ് കോടി ആളുകളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തത്. 1914 മുതൽ 1918 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം. 6 കോടി ജനങ്ങൾ പങ്കെടുത്തു. സോൾജിയേഴ്സും സിവിലിയന്മാരുമായി 4 കോടിയിലേറെ ആളുകൾ ഔദ്യോഗികമായി കൊല്ലപ്പെട്ടു. ആ രേഖകൾ ഇന്ന് UN-യുടെ കയ്യിലുണ്ട്. ഒരു കാലത്ത് ലീഗ് ഓഫ് നേഷൻസ്, ഇപ്പോൾ UN കയ്യിലുണ്ട്. 8 കോടി ആളുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു. 1939 മുതൽ 1946 വരെയുള്ള സെക്കൻഡ് വേൾഡ് വാറിൽ 8 കോടി സോൾജിയേഴ്സ് പങ്കെടുത്തു. സിവിലിയന്മാരും സോൾജിയേഴ്സുമായി 8 കോടി ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗിക കണക്ക് അതിന്റെ അപ്പുറത്ത് ഇരട്ടിയിലേക്ക് പോകും. എന്താ കാരണം? പെട്രോളിയം. മനസ്സിലായില്ല? പഴയ കാലത്ത് ഒരാളെ കൊല്ലണമെങ്കിൽ കരയിലൂടെ ഒട്ടകത്തെ ഓടിച്ചു പോകണം. അതേ സമയത്ത് 1902 സുലഭമായി പെട്രോളിയം വന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ. അപ്പോൾ പെട്രോളിയം വാറാണ് വന്നത്. വിമാനങ്ങൾ പറക്കാണ്. കരയിലൂടെ ഒട്ടകത്തെയോ കുതിരയെയോ ഓടിച്ചു വന്നിട്ടുള്ളൊരു കൊലയാണെങ്കിൽ അതിന് പരിധിയുണ്ട്. മനസ്സിലാവും നിങ്ങൾക്ക്? ഇന്ന് ലോകത്തൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഒരു തേർഡ് വേൾഡ് വാർ ഉണ്ടാകാതിരിക്കട്ടെ. കാരണം എന്തുകൊണ്ട്? അക്കാലത്തെ നമ്മൾ പറയുന്നത് അപരിഷ്കൃതമായ സൗകര്യങ്ങളില്ലാത്ത, സാങ്കേതിക വികസനം ഇല്ലാത്ത കാലം എന്നാണ് നമ്മൾ പറയാ. അന്നാണ് 8 കോടി സോൾജിയേഴ്സ് പങ്കെടുത്ത സെക്കൻഡ് വേൾഡ് വാറില് സിവിലിയൻസും സോൾജിയേഴ്സും കൂടെ 8 കോടി കൊല ചെയ്യപ്പെട്ടു. അതിന്നാണെങ്കിലോ ദുരന്തം എന്തായിരിക്കും? അക്കാലത്തെ പറ്റി നമ്മൾ എന്താ പറയണത്? സാങ്കേതിക സൗകര്യങ്ങൾ ഇല്ലാത്ത കാലഘട്ടം, മോട്ടോർ വാഹനങ്ങൾ സുലഭമാകാത്ത കാലഘട്ടം. അന്നാണ് അതുണ്ടായത്. അതായത് 1950 മുമ്പ്. ഇന്നൊരു തേർഡ് വേൾഡ് വാർ ഉണ്ടായാലോ? ഒരു സോഷ്യൽ സയന്റിസ്റ്റിനോട് ഒരിക്കൽ ചോദിച്ചു, ലോകപ്രശസ്തനായ ഒരു സോഷ്യൽ സയന്റിസ്റ്റിനോട് ഒരിക്കൽ ചോദിച്ചു, തേർഡ് വേൾഡ് വാർ ഉണ്ടായാൽ മനുഷ്യന്റെ ആയുധങ്ങൾ എന്തായിരിക്കും? അയാൾ പറഞ്ഞു, തേർഡ് വേൾഡ് വാറിൽ മനുഷ്യന്റെ ആയുധം എന്തായിരിക്കുമെന്ന് എനിക്കറിയൂല. പക്ഷേ ഒന്നറിയും, തേർഡ് വേൾഡ് വാറിന് ശേഷം ഒരു ഫോർത്ത് വേൾഡ് വാർ ഉണ്ടാക്കാൻ മനുഷ്യരാശി ബാക്കിയാകുമെങ്കിൽ അവരുടെ ആയുധം മുന്നിലുള്ള കല്ലിന്റെ കഷ്ണങ്ങൾ മാത്രമായിരിക്കും. മനസ്സിലായില്ല? തേർഡ് വേൾഡ് വാറിൽ എന്തായിരിക്കും അവരുടെ വെപ്പൻസ് എന്ന് പറയാൻ എനിക്ക് കഴിയൂല. കാരണം അത്രയും വലിയ സാങ്കേതിക വളർച്ചയാണ് മനുഷ്യരാശി നേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തേർഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഒരു ഫോർത്ത് വേൾഡ് വാർ ഉണ്ടാകാൻ മനുഷ്യരാശി തേർഡ് വേൾഡ് വാറിൽ നിന്ന് രക്ഷപ്പെട്ട് ബാക്കിയായ ആ ഫോർത്ത് വേൾഡ് വാറിൽ അവരുടെ ആയുധം കല്ലുകൾ മാത്രമായിരിക്കും. എന്തുകൊണ്ട്? എല്ലാം തകരും, ഒന്നിനും ഈ ഭൂമി ബാക്കിയാക്കൂല. അങ്ങനെ മനുഷ്യരാശി ബാക്കിയുണ്ടെങ്കിൽ കുരുക്ഷേത്രം കഴിഞ്ഞപ്പോൾ പഞ്ചപാണ്ഡവന്മാർ കൈലാസത്തിലേക്ക് പോകുന്ന ഒരു ചരിത്രം ഭാഗം പറഞ്ഞിട്ടാണ് സത്യത്തിൽ എന്താ പറയുക ഗീത അവസാനിക്കുന്നത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? മഹാഭാരത കഥകളിലെ അവസാന ഭാഗമാണ്.
അപ്പോൾ അവർക്ക് ഖേദം തോന്നുകയാണ് അങ്ങനെ യുദ്ധം നടത്തിയത്. നല്ലൊരു ബാക്കിയുണ്ട്. ഇത് ഭരണകക്ഷി പ്രതിപക്ഷം ബാക്കിയാവൂല. ഒരു എന്തുകൊണ്ട്, എന്താണ് ഇതൊക്കെ ഉള്ള കാരണം? എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ ബോംബ് വന്നത്? എന്തുകൊണ്ട് ഇവിടെ എന്തുണ്ടായി? എന്ത് കണ്ടുപിടിക്കപ്പെട്ടു? പെട്രോളിയം. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട കാരണം. മനുഷ്യരാശിയെ മുഴുവനും കൊല്ലാൻ കരുത്തുള്ള ഒരു സാധനം ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അത് പെട്രോളിയം. അള്ളാഹുവിന്റെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ആ ഒരു സാധനം എന്റെ വീക്ഷണപ്രകാരം 90% അതാവാനേ സാധ്യതയുള്ളൂ. ഇനി അതല്ല, എന്നാലും ഇത് കൊണ്ടുവന്ന ദുരന്തം ചെറുതുമല്ല. അല്ല നോക്കുന്ന ഒരാൾ പറയും അല്ല, അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സാധനം കൊണ്ടുവന്ന ദുരന്തം വളരെ വലുതാണ്. മഹശരയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന നേരത്ത് അന്ന് കാസിമി പറഞ്ഞത് ശരിയായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം? പിറ്റേന്ന് മനോരമയിൽ അടിച്ചുകൂടിയ കാസിമി ഞങ്ങളുടെ നേതാവ്, എന്താ കാര്യമുള്ളത്? എന്താ കാര്യം? അപ്പൊ ഒരാൾ ചെയ്യേണ്ടത്, ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിന് മുന്നറിയിപ്പ് നൽകുക എന്നത് ഏതൊരാളുടെയും ബാധ്യതയാണ്. വളരെ ചിന്തിക്കണം. അങ്ങനത്തെ ഒരു ശ്രമകരമായ അധ്വാനം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ധാരാളം കൃത്യമായ വിവരങ്ങൾ ഈ പുസ്തകം നൽകിയിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ 1-ാം ലോക മഹായുദ്ധം ഇത്രയേറെ നാശത്തെ കൊണ്ടുവന്നത്? അപ്പോഴത്തേന് യൂറോപ്യൻ സഖ്യശക്തികൾക്ക് ഇറാനിൽ നിന്ന് പെട്രോളിയം കിട്ടി. യൂറോപ്യൻ രാജ്യങ്ങളിൽ നേരത്തെ പെട്രോളിയം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് തുലോം കുറവാണ്. സുലഭമായ പെട്രോളിയം, വീര്യം കൂടിയ പെട്രോളിയം മാനവരാശിക്ക് ലഭിക്കുന്നത് എവിടുന്നാണ്? മെസോപ്പൊട്ടോമിയയിലെ യൂഫ്രട്ടീസ് തടത്തിൽ നിന്നാണ്. 1902 ആണ് മസ്ജിദ് സുലൈമാൻ നഗരത്തിൽ ആദ്യമായി പെട്രോളിയം കണ്ടെടുക്കുന്നത്. മസ്ജിദ് സുലൈമാൻ നഗരം ഇറാനിലാണ്. അന്ന് ഇറാൻ ഭരിക്കുന്നത് ഖജർ ഡൈനസ്റ്റിയാണ്, ഖജർ രാജവംശം. മനസ്സിലായില്ലേ? അവസാനത്തെ ഷാ പഹ്ലവി വരെ നീളുന്ന ഒരു ഭരണകൂടം. അവര് യൂറോപ്യൻ ശക്തികളുമായി വലിയ സഖ്യത്തിലായിരുന്നു. അതേസമയത്ത് ഇറാഖ്, മിഡിൽ ഈസ്റ്റ്, മറ്റു ഭാഗങ്ങളെല്ലാം അക്കാലത്ത് ഭരിച്ചിരുന്നത് തുർക്കിയാണ്. തുർക്കിക്ക് ഈ സാധനം പുറത്തെടുക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. മനസ്സിലായില്ല? തുർക്കിയോട് പല തവണ യൂറോപ്യൻ ശക്തികൾ അത് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ തുർക്കി അതിന് സമ്മതിച്ചില്ല. പിന്നെ വേറെയും കാരണങ്ങളുണ്ട്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അന്ന് പിന്നെ യൂറോപ്യൻ ശക്തികൾ ധാരാളമായി ചാരന്മാര്, എവിടെയൊക്കെ പെട്രോളിയം മിഡിൽ ഈസ്റ്റിലുണ്ട് എന്ന് പരിശോധിക്കുന്ന ചാരന്മാരും ചാര ഗവേഷണ സംഘങ്ങളും അക്കാലത്ത് രഹസ്യമായി മിഡിൽ ഈസ്റ്റ് റോന്തിയിട്ടിരുന്നു. അതൊന്നും മനസ്സിലാക്കാവുന്നൊരു സാഹചര്യം അന്ന് തുർക്കിക്കില്ല. തുർക്കി എന്നാൽ ഒക്കെ അങ്ങനെയാണല്ലോ, പൊളിഞ്ഞു പോയ വേലി പിന്നെ എടുക്കാൻ നന്നാക്കാത്ത തറവാടുകളില്ലേ, അങ്ങനെ. അതായത് ദുരന്തം വന്നുപോയി ആ തറവാടിന്. 1200-കളിൽ മുതൽ വരികയാണ് ഇവര്. 1800 ആയപ്പോഴത്തേനും പറ്റവര് വീണുപോയി. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. 1200 എർത്തുൽ ഖാസിയുടെ കാലം 1200-കളാണ്. അപ്പൊ 1200-കളിൽ മുതൽ വരുന്ന ഒരു രാജവംശമാണ് ഏത്? തുർക്കി രാജവംശം. മനസ്സിലായില്ലേ പറഞ്ഞത്? അവർ വളർന്ന് പിന്നെ മിഡിൽ ഈസ്റ്റും എല്ലാം 1513-ലാണ് എൻ്റെ ഓർമ്മ സലീം ഒന്നാമന്റെ ഖലീഫയാവുള്ളത്. അപ്പോഴത്തേനും മക്ക, മദീന എല്ലാം അവരുടെ കയ്യിലാണ്. അത് 1800 ആകുമ്പോഴത്തേനും അവർ വീണുപോയി. കാരണം ഏതൊരു സാധനം വളർന്നതിന്റെ പരിധിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെന്തേ ഉള്ളൂ? തളർച്ചലേ ഉള്ളൂ. എന്താണ്ടാകാൻ? എന്തും അതെന്തും അങ്ങനെയാണ്. തളരണമെന്നല്ല, മനുഷ്യൻ ഉണ്ടാക്കിയതൊക്കെ അങ്ങനെയാണ്. ഹബീബായ റസൂലുള്ളാഹി തന്നെ പറഞ്ഞില്ലേ, ഖുലഫാഉർ റാഷിദൂന്റെ ഖിലാഫത്ത് 30 കൊല്ലാണ്. പിന്നെ മുലൂക്കുൻ അളൂളാണ്, നല്ല മനുഷ്യനെ അക്രമികളായ രാജകുടുംബങ്ങളാണ് പിന്നെ ഉണ്ടാവുക. ലോകാവസാനം വരെ ഉണ്ടാവും. നബിക്കറുണ്ടായിരുന്നു.
ഖിലാഫത്തുർ റാഷിദയുടെ കാലം എത്ര? 30 years. എന്താണ് അവരുടെ ജീവവായു? ഇസ്ലാം. എന്നിട്ടും 30 years. അപ്പോഴത്തിൽ ലോകം മുഴുവൻ ഈ വസ്തുതയെ അംഗീകരിക്കും. പിന്നെ അതിനെന്തേ ഉണ്ടാവുള്ളൂ? രാജാക്കന്മാർ വരും, നേരെ തല കുത്തനെയായി. അതെന്തും അങ്ങനെയാണ്. അപ്പൊ ഈ തുർക്കി രാജവംശം വളർന്ന് 1800-കൾ ആകുമ്പോഴത്തിന് അവർക്ക് വലിയ വളർച്ച സംഭവിച്ചു. പിന്നെ അവർ താഴെയാണ്. 1600-കൾക്ക് ശേഷം തന്നെ അവർക്ക് പരാജയം വന്ന് പോകുന്നുണ്ട്. 1800-ഒക്കെ ആകുമ്പോഴത്തിന് വലിയ ദുരന്ത. അപ്പോഴത്തിന് ബ്രിട്ടന്റെ 10,000-കണക്കിന് ചാരന്മാർ ഒരു നാടുകളിലുണ്ട്. കാരണം ബ്രിട്ടൻ ഇതിൽ ലക്ഷ്യമുണ്ടായിരുന്നു, ഈ നാടുകളൊക്കെ പിടിച്ചടക്കണം. വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാത്ത ഭരണാധികാരികൾ, അതിനിടയ്ക്ക് ചില നല്ല ഭരണാധികാരികൾ വരുന്നുണ്ട്. പക്ഷെ അതിൽ കാര്യമില്ല. എന്തുകൊണ്ട്? ഒരു ഓഫീസർ മാത്രം നന്നായിട്ട് കാര്യമില്ല. മറ്റവരൊക്കെ നേരത്തെ തന്നെ കൈക്കൂലി പഠിച്ചു പോയാൽ കൈക്കൂലിമലല്ലാതെ അവിടെ നടക്കൂല. മക്കയും മദീനയും കൈവശം വെച്ച തുർക്കി ഖിലാഫത്ത് തകർന്ന് തരിപ്പണായിക്കൊണ്ടിരുന്നു. 1900-ഓടുകൂടെ ഇവർക്ക് മനസ്സിലായി. കാരണം 1902-ലാണ് കിർക്കുക്ക് അല്ല മസ്ജിദ് സുലൈമാൻ നഗരത്തിൽ, ഇറാന്റെ കീഴിൽ പറഞ്ഞില്ലേ, ഖജർ ഡൈനസ്റ്റിയുടെ കീഴിലുള്ള പ്രദേശമാണത്. പേർഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇറാന്റെ ഒരു ഏരിയയാണ് മസ്ജിദ് സുലൈമാൻ. അവിടെ മെസോപ്പൊട്ടേമിയ ഏരിയയിലേക്ക് ചേരുന്ന, യൂഫ്രട്ടീസ് നദീതടത്തിലേക്ക് ചേരുന്ന ഒരു പ്രദേശമാണത്. അവിടെ പിന്നെ എന്ത് ചെയ്തു? ഡ്രില്ലിങ്ങിലൂടെ അവിടെ പെട്രോളിയം ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ ബ്രിട്ടീഷും അവരും ടൈപ്പായി. ബ്രിട്ടനും അവരും തമ്മിൽ ടൈപ്പായി. എത്രത്തോളം എന്ന് പറഞ്ഞാല് പിന്നെ 12 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇറാൻ അതിനു വേണ്ടി വിട്ടുകൊടുത്തത്. 1902 വലിയ ഒരു ഏരിയ. അങ്ങനെയാണ് ഇന്നത്തെ ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനി വരുന്നത് 1909 ഏപ്രിൽ 14-നാണ്. ആ ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനിയുടെ അടിസ്ഥാനം ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനിയാണ്. അത് പിന്നെ ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനിയായി മാറി 1909. 1902 ഈ ഏരിയയിൽ പെട്രോളിയം കണ്ടെടുത്തു. 1909 ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി വന്നു. ബ്രിട്ടന്റെ 90% പെട്രോളിയം ആരെടുക്കും? ബ്രിട്ടൻ. 10% ലാഭം ആർക്ക് കൊടുക്കും? ഇറാനെ സംബന്ധിച്ചുള്ള അതന്നെ വലിയ കിട്ടലാണ്. അതിന്റെ സാങ്കേതിക സൗകര്യമൊന്നും ഇറാനില്ല. ഈ 10% വലിയ പൈസയാണ്. 90% ലാഭം ആരെടുത്തു? ഇറാന്റെ ഭൂമിയിൽ നിന്ന് പെട്രോളിയം എടുക്കുക ആര്? ബ്രിട്ടൻ. അതിന്റെ ആദ്യത്തെ രൂപമാണ് കമ്പനി ഉണ്ടാക്കിയത്, ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി. 1909 ഒക്ടോബർ 14-നാണ് സ്ഥാപിക്കുന്നത്. ആ സാധനം ഏപ്രിൽ 14-ന്. ആ സാധനമാണ് പിന്നീട് ഇന്നത്തെ ബ്രിട്ടീഷ് ഓയിൽ കമ്പനി. അതിന്റെ ആദ്യമ രൂപമാണത്. മനസ്സിലായില്ലേ? ഇന്നത്തെ ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനി എന്നതിന്റെ ആദിമ രൂപമാണ് ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി. 1909. അപ്പൊ ബ്രിട്ടന്റെ കയ്യിൽ എന്തുണ്ടായി? അതോടുകൂടെ സുലഭമായി എന്തുണ്ടായി? എണ്ണ. നിങ്ങൾ ഇതിന്റെ കൂടെ വരണം കേട്ടോ. 1-ാം ലോകമായിട്ടും എന്ന് ആരംഭിക്കണത് 1914. എന്തിന്? അതിൽ കൂടാത്ത തുർക്കി അതിലേക്ക് വലിച്ചിറക്കി. തുർക്കിയുടെ പ്രധാനപ്പെട്ട അവസാനത്തെ ഖലീഫയെ അപ്പോഴത്തെ നാട് കടത്തി. അതാരാ? അബ്ദുൽ ഹമീദ് രണ്ടാമൻ. അദ്ദേഹത്തെ ഗ്രീസിലേക്ക് നാട് കടത്തുന്നത് 1908. 1909 ഏപ്രിൽ 14-ന് ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി നിലവിൽ വന്നു. എവിടുന്ന്? ഇറാനിന് പെട്രോൾ എടുക്കാൻ. ഇതിനേക്കാൾ പെട്രോൾ അപ്പുറത്തുണ്ട് എന്ന് ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അതാരുടെ കയ്യിലാണ്? തുർക്കിയുടെ കയ്യിലാണ്. തുർക്കിയുടെ ഖലീഫയെ 1908 നാട് കടത്തി.
പിന്നെ അവിടെ പാവ ഗവൺമെന്റാണ്. ഈ പാവ ഗവൺമെന്റിനെ ബ്രിട്ടൻ നിയന്ത്രിച്ചു. ഓയിൽ ഉപയോഗിക്കാൻ ഓയിൽ കമ്പനിയായി. ഒന്നാം ലോകമായത് ഉണ്ടാവുന്നത് 1914 എവിടെ കാര്യമായ യുദ്ധം നടക്കുന്നത്? എവിടെയാണ് കാര്യമായ യുദ്ധം നടക്കുന്നത്? എവിടെയാ? മിഡിൽ ഈസ്റ്റില്. മനസ്സിലായില്ല? പറഞ്ഞത് മനസ്സിലായ? കാര്യമായ യുദ്ധം നടക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. തുർക്കിയുടെ കീഴിൽ. തുർക്കി ഇതിൽ ഭാഗമാക്കുവല്ല. ജർമ്മനിയുമായി ഉണ്ടായ ഒരു പ്രശ്നത്തിന് ജർമ്മനിയിലല്ലേ യുദ്ധം നടക്കുന്നത്? എന്നാ കാര്യമായ യുദ്ധം മിഡിൽ ഈസ്റ്റിലാണ്. തുർക്കി ഇതിൽ ഭാഗമാക്കുവല്ല. തുർക്കിയെ വലിച്ചിട്ടു. ജർമ്മനിയും അവര് തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നമല്ല. ഇപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി. മനസ്സിലായില്ല? ഇപ്പൊ നല്ലൊരു മോട്ടോർ സൈക്കിളിലാണ് ക്ലാസ്സിൽ വന്നത്. നിങ്ങൾക്ക് രണ്ടാൾക്കും അസൂയായി ആ മോട്ടോർ സൈക്കിൾ കണ്ടപ്പോൾ. അപ്പൊ നിങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കി. നിങ്ങൾക്ക് അസൂയായി, നിങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കി. ആ തല്ലുണ്ടാക്കുന്നതിനിടയിൽ ഓനതിലേക്ക് ഒരു പാർട്ടി വലിച്ചിറക്കി. മിസേബിനെ വലിച്ചിറക്കി. മിസേബിന് വലിച്ച നിർബന്ധ സാഹചര്യത്തിൽ ഇവനോട് പണ്ടെന്നോ ചായ വേണോ ചായ വേണ്ട എന്ന് പറഞ്ഞ ഒരു ലോക വർത്തമാനത്തിന്റെ പേരിൽ മിസേബിനെ വലിച്ചിറക്കി. മിസേബിന്റെ ഒപ്പം കൂടി കണ്ടപ്പോൾ പിന്നെ കാര്യമായ അടിങ്ങൾ ആരടിച്ചു. ഒരാളെ മൗനാനത്തോടുകൂടെ മറ്റൊന്നെ മോട്ടോർ സൈക്കിളിനെ കഥ കഴിച്ചു. നിങ്ങളെ മേൽ പിന്നെയും നന്നായി. മോനിപ്പോ നാട്ടിൽ തന്നെ ഇല്ല. തുർക്കി എന്ന സാധനം ഇപ്പോ ഒരുത്തര പോന്ന ഒരു സാധനമായിട്ട ലോകത്തുള്ളത്. ഇന്നത്തെ തുർക്കിയല്ല തുർക്കി എന്ന സാധനം ഇവിടെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. 1200 മുതൽ 1908 വരെ നിലനിന്ന തുർക്കിയുണ്ട്. ആ തുർക്കിയുടെ അധികാരം അമേരിക്കയുടെ ഇന്നത്തെ അധികാരത്തിന്റെ 10 ഇരട്ടിയാണ്. നിർബന്ധിച്ച് വലിച്ചിറക്കി തുർക്കിയിൽ മാത്രം കൊല ചെയ്യപ്പെട്ടത് 50 ലക്ഷം ആളുകളെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ. 50 ലക്ഷം ആളുകളെ കൊന്നു. ഇവരാണ് 450 ആളുകൾ രണ്ട് ഭാഗത്തും കൂടി യുദ്ധത്തിൽ മരിച്ചവരെ മുഹമ്മദ് നബി യുദ്ധക്കുതി എന്ന് പറയുന്നത്. ഇവർ ഒന്നാം ലോകമായുധത്തിൽ 4 കോടിയും 2ാം ലോകമായുധത്തിൽ 8 കോടിയും കൊന്നോരാണ്. 12 കോടിനെ കൊന്നിട്ട് കബന്ധങ്ങൾ ഇങ്ങനെ ഇട്ടുപോവുക, ഒന്നും കുഴിച്ചിട്ടിട്ടില്ല. ബ്രിട്ടീഷ് പട്ടാളക്കാർ ഇട്ടുപോയ മനുഷ്യന്റെ ഡെഡ് ബോഡി മറുവരെ ചെയ്തില്ല. കൈകരി തിന്നാൻ വേണ്ടി വിട്ടുകൊടുക്ക. എത്ര കോടി ജനങ്ങളെ? 12 കോടി ജനങ്ങളെ. അവരാണെന്ന് എന്ത് പറയണത്? 2 പക്ഷത്തുനിന്നും കൂടി കൊല ചെയ്യപ്പെട്ടത് 450-ലേറെ കുറഞ്ഞ ആളുകളെയാണ്. ആ മുഹമ്മദ് മുസ്തഫാനെ നോക്കി എന്ത് പറയണത്? യുദ്ധക്കൊതിയൻ. അതിന്റെ തൊട്ടു മുമ്പ് ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന് വേറൊരാളുണ്ട്, അലക്സാണ്ടർ. അയാൾ യൂറോപ്യനാണ്. അയാളെ ഇവർ പറയുന്നത് ഗ്രേറ്റ് അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ. അതിനെ തിരിച്ചു പറയാനുള്ള അന്തം ഇപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഇല്ല. മുസ്ലിമീങ്ങൾ അവരെ അടിമകളാണ്. മുസ്ലിം രാജാക്കന്മാർ അവര് ഇന്ന് രാവിലെ കക്കൂസിൽ പോകരുത് എന്നാൽ പോകൂല. ഇന്നും അല്ല നാളെയും കൂടി പോകൂല. നാളെ ഉച്ചയ്ക്ക് ശേഷം ഫോൺ ചെയ്യും. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നലെ പോയിട്ടില്ല, ഇന്നും പോയിട്ടില്ല, മണക്കണുണ്ട്, ഭാര്യ പറയുന്നുണ്ട്, അതുകൊണ്ട് ദയവായി ഒന്ന് പോയിക്കൂടെ എന്നാണ് രാജാവ് ബ്രിട്ടനിലും അമേരിക്കയിലും ചോദിച്ചിട്ടേ കക്കൂസ് പോകുള്ളൂ. മുപ്പര് ഒരു നേരം പോകണ്ട പറഞ്ഞത്. രാജാവ് 2 ദിവസം പോകില്ല. അതാണ് നമ്മളെ ബഹുമാനപ്പെട്ട മക്കയും മദീനയും ഭരിക്കുന്ന രാജാക്കന്മാരുടെ അവസ്ഥ. ഇനി ഓലെയും കൂടി കുറ്റം പറഞ്ഞ് കുറച്ചും കൂടിയാണ് പുറത്താക്കി കളയും. ചിന്തിക്കണം. പിന്നെ സുഖത്തിന് എന്താണെന്നറിയോ? അങ്ങനെ തോറ്റോരെ പിന്നാലെ കൂടിയ ഒന്നും കിട്ടൂല. ജയിച്ചവർക്കൊന്ന് ചിരിച്ചാണ് ചോദിച്ചാൽ മതി, കിട്ടും. കിട്ടൂലെങ്കിലും കിട്ടാൻ പോലത്തല്ലേ ഉള്ളൂ. തീവ്രവാദ പ്രഭാഷകൻ ആണ് ഞാൻ. എന്നിപ്പോ തീവ്രവാദം? ഇവരൊക്കെ മനുഷ്യന്മാരെ കൊന്നോരാണ്. ഒരു കൊല്ലൽ തീവ്രവാദമല്ല. ആ കൊന്നിട്ടുണ്ടിട്ടോ ഒന്ന് കത്തി അടുത്തുണ്ടാവും, ഒന്ന് സൂക്ഷിച്ചാളി എന്ന് പറഞ്ഞാൽ തീവ്രവാദ പ്രഭാഷകൻ. ഞാനാരെ കൊന്നു? മറ്റൊരു ഇത്രയും കോടി ആളുകളെ കൊന്നിട്ടുണ്ട്, 1 ലക്ഷം ആളുകളെ കൊന്നിട്ടാണ് ഈ വഹാബിസം സ്ഥാപിച്ചത് എന്ന് പറഞ്ഞോൻ തീവ്രവാദ പ്രഭാഷകൻ. ഇപ്പോൾ സിറിയയിൽ അധികാര കൈമാറ്റമുണ്ടായി. ആരാന്റെ പിന്നിൽ? വഹാബിസം.
പേരെന്താ? സുന്നി മുസ്ലിങ്ങൾ. വിഷത്തിന്റെ കുപ്പിയുടെ മേലെ അമൃത് എഴുതി വെക്കാം. മനസ്സിലായില്ല? ഇപ്പോൾ തുർക്കിയിൽ പ്രശ്നങ്ങളുണ്ടായല്ലോ. തുർക്കിയിലല്ല, സിറിയയിൽ പ്രശ്നമുണ്ട്. ആരാ പിടിച്ചെടുക്കിയത്? ആരാ ആളുകളെ കൊന്ന് ഇതിന് മുഴുവൻ നേതൃത്വം? വഹാബികൾ. ISIS പേരില്ല, ഇനി വേറെ സാധനം തന്നെ. അതെ, ഇതൊക്കെ ഒറ്റ ഒന്നാണേനും. ഇതൊക്കെ തമ്മിലുള്ള ബന്ധം എത്രയാ? ഈ വഹാബി രാജ്യങ്ങളുമായി ഇസ്രായേലി രാജ്യത്തിനുള്ള ആക്സസ് വളരെ വലുതാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ വളരെ കൃത്യമായ ചില വിവരങ്ങൾ ഈ പുസ്തകത്തിന്റെ 84-ാമത്തെ പേജിൽ മിഡിൽ ഈസ്റ്റിൽ വന്ന പെട്രോളിയത്തിന്റെ കഥയുടെ ചരിത്രം പറയുന്നുണ്ട്. അമേരിക്കൻ ചരിത്രകാരനായ പ്രഗത്ഭ അമേരിക്കൻ ചരിത്രകാരൻ, അതേപോലെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള എനർജി റിസർച്ച് അസോസിയേഷന്റെ സ്ഥാപകനുമായ ഡാനിയേൽ ഇർജിൻ രചിച്ചിട്ട് സൈമൺ ആൻഡ് ഷസ്റ്റർ അമേരിക്കൻ പ്രസാധകർ പ്രസിദ്ധീകരിച്ച, മാത്രമല്ല 1992 പുലിസ്റ്റർ പ്രൈസ് ലഭിച്ച ഒരു പുസ്തകമാണ് ദി പ്രൈസ്, ദ എപ്പിക് ക്വസ്റ്റ് ഫോർ ഓയിൽ, മണി ആൻഡ് പവർ എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ പുറം ചട്ട ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രഗത്ഭനായ ഒരു ചിത്രകാരനാണ് അദ്ദേഹം, അമേരിക്കൻ ചിത്രകാരൻ. അദ്ദേഹം ഈ ഓയിലിനെ കുറിച്ച്, ഓയിൽ എങ്ങനെ അവിടെ നിന്ന് ലഭിച്ചു, എന്തായിരുന്നു ഓയിലിന്റെ ആദിമ ഭാഗം, ഇത് ഇറാന്റെ ഓയിലാണ്. പിന്നീട് ലോകം മുഴുവനും പിന്നീട് ഓയിൽ കിട്ടുന്നത് ഇറാഖിൽ നിന്നാണ്. അതിനുശേഷം ഉണ്ടായ യുദ്ധങ്ങൾ മുഴുവനും ഇറാഖ് ബേസ്ഡാണ്. എന്തുകൊണ്ട്? ഇറാഖിന് ഇഷ്ടം പോലെ അറ്റല്ല. അതായത് എടുക്കുന്നത് പോലെ ചെലവുള്ള യൂറോപ്യൻ എണ്ണക്കിണറുകളിൽ മടുത്തവരാണ് മിഡിൽ ഈസ്റ്റിൽ വന്നത്. മിഡിൽ ഈസ്റ്റ് തോണ്ടിയാൽ തന്നെ എന്ത് കിട്ടും? എണ്ണ കിട്ടും. എത്ര അറ്റല്ല. അപ്പൊ അതുകൊണ്ട് അവരെ കണ്ണിൽ വെച്ചു. അപ്പൊ അത് കൈവശം വെക്കുന്ന സാമ്രാജ്യമാണ് തുർക്കി സാമ്രാജ്യം. അതിനെ തകർത്തു. 1918 ഈ പ്രദേശങ്ങൾ മുഴുവനും, ഇറാൻ അല്ലാത്ത മുഴുവൻ ഏരിയ ആരെ കയ്യിൽ വന്നു? ബ്രിട്ടന്റെ കയ്യിൽ വന്നു. ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെ കയ്യിൽ വന്നു. ഇറാൻ നേരത്തെ തന്നെ ഇവരോട് ടൈപ്പുള്ള രാജ്യമാണ്. അവിടുത്തെ എണ്ണയുടെ 90% ഇവർക്കാണ്. അപ്പൊ ഇവർക്ക് എണ്ണക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. അതുകൊണ്ട് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായി. എല്ലാത്തിലും നേടുകയാണ്. എല്ലാം അതൊക്കെ 1-2 അതിന്റെ 100 ഇരട്ടിയാണ് പിന്നീട് ഈ സാധനം ഉപയോഗിച്ച് ഒരു വേൾഡ് വാർ എന്നെ പേരില്ലാതെ കൊന്നത്. വേൾഡ് വാറിൽ കൊന്നത് 12 കോടിയാണെങ്കിൽ എത്ര കോടാനക്കോടിയാണ് അതിന്റെ ശേഷം കൊന്നത്? ദി പ്രൈസ്, ദ എപ്പിക് ക്വസ്റ്റ് ഫോർ ഓയിൽ, മണി ആൻഡ് പവർ എന്ന ഡാനിയൽ ഇർജിന്റെ അമേരിക്കൻ പ്രസാധകരായ സൈമൺ ആൻഡ് ഷസ്റ്റർ പ്രസിദ്ധീകരിച്ച പുസ്തകം. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്? ഡാനിയൽ ഇർജിൻ. അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള എനർജി റിസർച്ച് അസോസിയേഷന്റെ സ്ഥാപകനാണ്. പ്രഗത്ഭനായ ഒരു ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് ഞാൻ അല്പം വായിക്കാം. പശ്ചിമേഷ്യയിൽ നിന്ന് വലിയ അളവിൽ പെട്രോളിയം മാനവരാശിക്ക് ലഭ്യമാവുമെന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വളരെ നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. മെസോപ്പൊട്ടോമിയ താഴ്വരയുടെ സിംഹഭാഗവും അക്കാലയളവിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. അവരാകട്ടെ ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ ശക്തികളുമായി നിരന്തരം ശത്രുതയിലും പരിഹരിക്കാനാവാത്ത അകൽച്ചയിലുമായിരുന്നു. തുർക്കിയും ബ്രിട്ടനും അക്കാലത്ത് ശത്രുതയിലായിരുന്നു. അതൊക്കെ ഉണ്ടാക്കിയതുമാണ്. എന്നാൽ മെസോപ്പൊട്ടോമിയയുടെ കിഴക്കുഭാഗം നേരത്തെ തന്നെ സഖ്യത്തിലായിരുന്ന പേർഷ്യൻ ഭരണാധികാരികളായ ഖജർ രാജവംശമായിരുന്നു ഭരിച്ചിരുന്നത്. 1890 തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് സമ്പന്നനായ വില്യം നോസ് DRC 1917 അയാളുടെ മരണം. ഇറാനിലെ ഖജർ ഭരണാധികാരിയായിരുന്ന മുസഫറുദ്ദീൻ ഷാ ഖജറുമായി ചരിത്രത്തിൽ ആദ്യമായി പശ്ചിമേഷ്യയിൽ എണ്ണഖനനത്തിന് കരാറിൽ ഏർപ്പെടുകയും ഖജർ രാജവംശത്തിന് കീഴിലുള്ള മെസോപ്പൊട്ടോമിയയിലെ 12 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം എണ്ണഖനനത്തിനായി വിട്ടുകൊടുക്കാൻ കരാറിലെത്തുകയുമുണ്ടായി. ഇതിനെ തുടർന്ന് 1902
ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോർജ് ബെർണൻ റെയ്നോൾഡ്സ് 1853 ജനിച്ച് 1925 ഈ റെയ്നോൾഡ്സിന്റെ മരണം. നേതൃത്വത്തിലുള്ള പര്യവേക്ഷകർ സംഘം യൂപ്രട്ടീസിന്റെ തന്നെ പോഷക നദിയായ കാറൂൺ നദീ തീരത്തുള്ള പട്ടണമായ മസ്ജിദ് സുലൈമാനിൽ പെട്രോളിയം കണ്ടെത്തുകയായിരുന്നു. മസ്ജിദ് സുലൈമാൻ എന്ന് പറഞ്ഞാൽ പള്ളിയല്ല, അതൊരു സിറ്റിയുടെ പേരാണ്. എന്ത് ഒരു പ്രഗത്ഭമായ സിറ്റിയാണ് ഏത്? മസ്ജിദ് സുലൈമാൻ. അവിടെ പെട്രോളിയം ഖനനം ആരംഭിച്ചു. 1902 ആദ്യത്തെ വിമാനം എന്നാ? 1903. മിഡിൽ ഈസ്റ്റിൽ പെട്രോൾ കിട്ടണമെന്ന 1902. ആദ്യത്തെ വിമാനം എന്നാ? 1903. യൂറോപ്പിൽ നേരത്തെ പെട്രോളിയം ഉണ്ട്, പക്ഷെ അതിനെ പറ്റൂല, മുതലാവില്ല. ഇവിടെ അങ്ങനെ കുത്തിക്കുശാൽ മതി. പഴയ കാലത്തിൻ്റെല്ലോ തോട്ട് വരുമ്പത്തൊക്കെ നമ്മളെ പാടത്തിൻ്റെ സൈഡൊക്കെ ഉള്ള പറമ്പ് ഒന്നിങ്ങനെ കൈക്കോട്ടോട് മാന്തിയാണ്ടെത്തോ ഒരു കുഴിയാക്കും. അതായിരിക്കും 100 കൊല്ലം ആ പുരയിലെ കിണർ. അങ്ങനത്തെ കിണറുകൾ കണ്ടിട്ടുള്ളത് പുഴവൊക്കെ മാത്രമല്ല മോനെ, പാടത്തിൻ്റെ ഏരിയയിൽ ഭയങ്കര വെള്ളമായിരിക്കും. അത് മറക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരുപാട് കിണറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കിണർ പണിക്കാർ അല്ല, ആ പുരയിലെ ആളുകൾ തന്നെ എന്ത് ചെയ്യും? കൈക്കോട്ടെടുത്ത് രണ്ടാളും ഇങ്ങനെ മാന്തി ചെറിയൊരു കുഴിയാക്കും. ആ കുഴിയിൽ എന്നും ഉറവുണ്ടാവും. ആ കുളം അങ്ങനെ ഉണ്ടാക്കും. അങ്ങനത്തെ കിണർ കണ്ടിട്ടില്ലേ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നിന്റെ വീട്ടിലുണ്ടായിരുന്നു. അതിന് വെള്ളം അങ്ങനെ എടുക്കും, തിരൂല. അങ്ങനത്തെ കിണറൊന്നും ഇപ്പൊ ഇല്ല നാട്ടിൽ. നമ്മളെ നാടൻ ഏരിയയിൽ വേനൽ വർഷമില്ലാതെ അവിടെ ഒരു ചെറിയ പച്ചപ്പുണ്ടാവും. അതിന്റെ കയ്യിലെ കുറച്ച് കവുങ്ങ് തൈ കുഴിച്ചിടും. ഓർമ്മയില്ലേ? അതൊക്കെ ഇഷ്ടം പോലെ നമ്മളെ നാടുകളുണ്ടായി. അതേ അവസ്ഥയാണ് മിഡിൽ ഈസ്റ്റിൽ പെട്രോളിയത്തിന്. അങ്ങനെ കിട്ടുമെന്ന് 1902 മനസ്സിലാക്കി. 1903 വിമാനം ഉണ്ടായി. 1909 ആദ്യത്തെ ഓയിൽ കമ്പനി ഉണ്ടായി. 1914 യുദ്ധം ഉണ്ടായി. ഇറാന്റെ കീഴിലുള്ള പെട്രോളിയം കൈവശം ഉള്ളത് കൊണ്ടാണ് ബ്രിട്ടൻ ജയിച്ചത്, ജർമ്മനി തോറ്റ്. മനസ്സിലായോ പറഞ്ഞത്? എന്തുകൊണ്ട് അവർക്ക് ഈ പെട്രോളിയം കിട്ടാനില്ല? പിന്നെ ബ്രിട്ടന്റെ എതിർശക്തികളുമായി കൂട്ടുകൂടി നിൽക്കുന്നത് തുർക്കിയാണ്. തുർക്കിയുടെ കീഴിൽ പെട്രോളിയം ഏരിയകളുണ്ട്, പക്ഷേ പെട്രോളിയം എടുക്കുന്നതിൽ തുർക്കി ഖിലാഫത്തിന് താല്പര്യമില്ല. ഡാനിയൽ എർജിന്റെ ദ പ്രൈസ് ദ എപ്പിക് കോസ്റ്റ് ഫോർ ഓയിൽ മണി ആൻഡ് പവർ എന്ന പുസ്തകത്തിന്റെ നിന്നാണ്, അഥവാ അമേരിക്കൻ പ്രസാധക കമ്പനിയായ അമേരിക്കൻ സൈമൺ ആൻഡ് ഷസ്റ്റർ ആണ് ഈ ഇത് പ്രസിദ്ധീകരിച്ചത്. മാത്രമല്ല 1992 പുലിസ്റ്റർ പ്രൈസ് ജേതാവ് കൂടിയാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവായ ഡാനിയൽ എർജ്. 1905 കൂടെ വലിയ രീതിയിൽ പെട്രോളിയം ഖനനം ആരംഭിച്ച ഈ പ്രദേശത്ത് നിന്ന് പ്രതീക്ഷിച്ചതിലും അധികം അളവിൽ പെട്രോളിയം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ലഭ്യമായി. ഇതിനെ തുടർന്ന് 1909 ഏപ്രിൽ 14 ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് ബ്രിട്ടന്റെ പ്രധാന പെട്രോളിയം കമ്പനിയായ ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനിയുടെ ആദ്യ രൂപമാണിത്. അക്കാലത്ത് ബ്രിട്ടീഷ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റർ ആയ മേജർ ജനറൽ ആയ സർ പെർസി കോക്സ് 1937 അയാൾ മരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇക്കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി. 1914 മുതൽ 18 വരെ നീണ്ടുനിന്ന 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെയും സഖ്യകക്ഷികളെയും ജയിക്കാൻ സഹായിച്ചതും യൂപ്രട്ടീസ് തടത്തിൽ നിന്നുള്ള ഈ സമ്പത്തായിരുന്നു. തന്നെ ഇത് ബ്രിട്ടന് കിട്ടി. പിന്നെ ബ്രിട്ടന് മേൽ കൈവെക്കാൻ അന്നും ഇന്ന് കഴിഞ്ഞിട്ടില്ല. 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള ആയിരുന്ന യൂപ്രട്ടീസ് തടം ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് കീഴടക്കിയത് പോലും ഈ പ്രദേശത്തെ വൻ എണ്ണ നിക്ഷേപം മുന്നിൽ കണ്ടത് കൊണ്ട് മാത്രമാണ്. അതായത് 1-ാം ലോക മഹായുദ്ധം ഉണ്ടായത് ജർമ്മനിയുമായിട്ടാണ്. എന്നാൽ ജർമ്മനിയുടെ ഒരു തുണ്ട് ഭൂമി ഇന്ന് ബ്രിട്ടന്റെ കയ്യിലുണ്ടോ? ഇല്ല. അതിലേക്ക് വലിച്ചിറക്കപ്പെട്ട നാടാണ് തുർക്കി. തുർക്കി എന്ന സാധനപ്പുണ്ടോ? തുർക്കി സാമ്രാജ്യപ്പുണ്ടോ? ഇല്ല. മുഴുവൻ നഷ്ടപ്പെട്ടു തുർക്കിക്ക്. ആരുടെ കയ്യിലാണ് ഇപ്പോ? ബ്രിട്ടന്റെ കയ്യിൽ, ഫ്രാൻസിന്റെ കയ്യിൽ. ബ്രിട്ടനും ഫ്രാൻസുമാണല്ലോ അമേരിക്കയുടെ മാതാവ്, ആധുനിക അമേരിക്കയുടെ മാതാവ്. അതല്ലേ?
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഒന്നാം ലോകമായിട്ട് 1918 ബ്രിട്ടൻ സഖ്യകക്ഷികൾ ജയിക്കുന്നതോടുകൂടെ തുർക്കി ഖിലാഫത്തിന് കീഴിലുള്ള മൊത്തം ഒന്ന് കത്തിയോണ്ട് കുഴിച്ചാൽ കിട്ടുന്ന ദൂരത്തിൽ എന്ത് പെട്രോളിയം ഉള്ള ആ നാട് മുഴുവൻ ആരെ കയ്യിലായി? ബ്രിട്ടന്റെ കയ്യിലായി. ലോകത്തെ ചെറിയൊരു നാടാണ് സത്യത്തിൽ ബ്രിട്ടൻ. ബ്രിട്ടനെ കണ്ടില്ലേ? വളരെ ചെറിയ UK ഒരു ചെറിയ ഏരിയ ആണ് എന്ത് ബ്രിട്ടൻ. ഇന്ന് ലോകം മുഴുവൻ ആരെ കയ്യിലാണ്? ബ്രിട്ടന് മേൽക്കോയ്മയിലാണ്, അമേരിക്കയിൽ മേൽക്കോയ്മയിലാണ്. എന്തുകൊണ്ട്? മിഡിൽ ഈസ്റ്റിലെ മുഴുവനും എണ്ണ അവരെ കയ്യിലാണ്. അതിലാര് തലപൊക്കിയ പോലെ കൊല്ലും. സദ്ദാം തലപൊക്കി ശരിയാക്കി. എന്തിനാ സദ്ദാം ശരിയാക്കിയത്? ഞങ്ങൾ ഇനി ഡോളറിന് തരൂല, കറൻസിക്ക് തരൂല. ഒരു മെറ്റീരിയൽ തരുമ്പോൾ ഒരു കടലാസ് തിരിച്ചു തരാൻ പാടില്ല. മെറ്റീരിയൽ തരണം. സ്വർണം അങ്ങോട്ട് തരാം, പെട്രോൾ അങ്ങോട്ട് തരാം. ആര് പറഞ്ഞു? സദ്ദാം പറഞ്ഞു. അപ്പൊ സദ്ദാമിനെ കൊന്നു. പിന്നെ കൊല്ലും ഒരു കാരണം ഉണ്ടാക്കും. പള്ളി കമ്മിറ്റിക്ക് സദർസ്ഥാൻ ഇഷ്ടമല്ല. മുപ്പരനെയാണ് ഖത്തീബ്. മുപ്പര് പ്രസംഗിച്ചാൽ ഇവരെ മേൽക്കോയ്മ പോവും. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അപ്പൊ മുണ്ടൂല. ഒരു കുട്ടിയെ അടിച്ചു ഉസ്താദ്. ആ കുട്ടീന്റെ വാപ്പ ഒന്ന് ദേഷ്യപ്പെട്ട്. അപ്പൊ പ്രസിഡന്റും സെക്രട്ടറിയും അത് സാരല്ല എന്ന് പറയണ്ട, ഒരു അവിടെ ചൂടാവും. മദ്രസയിൽ വരുന്ന ചെറിയ കുട്ടികളൊക്കെ വല്ല ഗുണ്ടായുസം കളിക്ക ഇവിടെ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇവനും ആ കുട്ടീന്റെ കുടുംബക്കാരൊക്കെ അതിനോട് കൂടുകയും ചെയ്യും. കുട്ടികളെ പിടിച്ച് തല്ല്. അപ്പൊ മറ്റയാൾ പറയും തല്ല് തന്നെയാണ്, പേരുണ്ടല്ല, ഞാന് കുടുങ്ങിയിട്ടുണ്ട്, അവനെ പറയാൻ നിൽക്കരുത്, ഞാൻ ഉണ്ടാക്കാണ്. അപ്പൊ നാട് മൊത്തനെതിരാവും. ഈ സാധു അങ്ങനത്തെ തല്ലിയിട്ടില്ല, ഒക്കെ സാധാരണയാണ്. അപ്പൊ നാട്ട് മൊത്തം പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ. അപ്പൊ ഏതോ ഒരാൾ എതിര് പറഞ്ഞാൽ തന്നെ തിരിച്ചു പറയും, മൂപ്പര് പ്രസിഡന്റിന് വരില്ല, മൂപ്പർക്ക് രാത്രി ചെലവ്, മൂപ്പര് എങ്ങനെ എതിര് പറയും? മനസ്സിലായില്ലേ? അങ്ങനെയാണ് പുറത്താക്കും. സത്യത്തിൽ കുട്ടിനെ തല്ലിനല്ല എന്താക്കിയത്, പുറത്താക്കി. ഇയാള് കഴിഞ്ഞ ഖുത്ബ ശേഷം വലിയ കമ്മിറ്റിക്കാരെ ചങ്കിന് കൊള്ളുന്ന 4 വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അന്നേ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? നമുക്ക് ചാൻസ് കിട്ടും. പ്രസിഡന്റ് സെക്രട്ടറിയോട് പറഞ്ഞു ഉണ്ടാക്ക്, അതൊക്കെ മൂപ്പര കൈകൊണ്ട് തന്നെ ചാൻസ് കിട്ടും, ഉണ്ടാക്ക്. ഞാൻ അപ്പം പൊടിച്ച് പുറത്താക്കും. പൊടിച്ച് പുറത്താക്കിയ ജനറൽ ബോഡി കൂടി എന്നെ പുറത്താക്കും. ഉണ്ടാന്നോ അന്തമാണോ? പിന്നെ 2 ആഴ്ച മുമ്പിൽ മോലിനോട് നിന്നില്ല. ഏതോ സാധാരണ ഒരു 2 പഠിക്കണ 3 കുട്ടി പഠിക്കണ ചെറിയ കുട്ടീനെ താടി ഇങ്ങനെ പിടിച്ച് എന്താ കുഞ്ഞാമിനാന്നിങ്ങനെ ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ മൂപ്പര് പിന്നെ പേര് വന്നത് എങ്ങനെയാണ്? മൂപ്പര് കണ്ടുകൊടുത്തൊക്കെ കുട്ടികളെ പിടിക്കാണ്. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ഞാൻ പോക്സോ കേസ് വരെ വരാവുന്ന സംഗതിയാണ്. പൊട്ടിപ്പൊട്ടിക്കാനുണ്ട് ചില ആളുകളിനോട്. കമ്മിറ്റിക്കാർക്ക് ഇനി ഇഷ്ടമുണ്ടല്ല. പോക്സോ കേസ് കൊണ്ടുവന്നു. പോക്സോ കേസിൽ ഞാൻ 2 മാസം ജയിലിൽ കടന്നു. എന്നോട് ഈ ദാറുൽ ഖുർആനിൽ വന്ന് പൊട്ടിക്കാരുണ്ട് ചില ആളുകൾ. നിരപരാധി. അങ്ങനെ എത്ര ഈ പോക്സോ കേസിൽ കൊടുക്കുന്നതിൽ 100% നിരപരാധിയാണ് അല്ലേ? 100% നിരപരാധിയാണ്. പോക്സോ എടുത്ത കഴിഞ്ഞില്ലേ, പേര് ചീത്ത, ഇനി അത് മദ്രസ ജോലിയും കിട്ടും. കുറ്റവാളികളില്ല ഞാൻ പറയില്ല. അതേ സമയത്ത് പിടിക്കപ്പെടുന്ന മാലിന്യമേലെ 100% യഥാർത്ഥത്തിൽ കുറ്റവാളികൾ അല്ല. അതെ എന്റെ പേരിൽ പോക്സോ വരും. അതെ ജനവേറെ പോലെ മനസ്സിലാക്കുക. പിന്നെ ആ മോലിക്ക് ജോലി കിട്ടൂല. എന്തിനൊക്കെ അടിസ്ഥാന കാരണം? കമ്മിറ്റിക്കാരെ തോന്നിയാസം വിളിച്ചു പറഞ്ഞു മയക്കേശം എന്നെ. പിന്നെ അങ്ങനെയല്ലത് വരിക. ഞങ്ങൾ പെട്രോളിയം ഞങ്ങൾ ഒരു മെറ്റീരിയലാണ് തരുന്നത്. അതിന് കത്തിച്ച് കളയാവുന്ന ഒരു കടലാസ് തുണ്ട് തിരിച്ചു തരരുത്. അതുപോലത്തെ ഒരു സാധനം, ഒരു മെറ്റീരിയൽ ഞങ്ങൾക്ക് തിരിച്ചു തരണം. സ്വർണം തരൂ, ഞങ്ങൾ പെട്രോളിയം തരാം. അതിനെ ശരിയാക്കി. ഡോളറിൽ തരില്ല, യൂറോയിൽ വേണമെങ്കിൽ ഇനി നമ്മളെ ഇടപാട് നടക്കൂ എന്നാണ് ഗദ്ദാഫി പറഞ്ഞത്. അതിനാണ് അയാളെ ദുബറിൽ കുത്തിക്കൊണ്ടത്. അതിന് ആരെ തന്നെ ചട്ടം കെട്ടി? സ്വന്തം നാട്ടുകാരെ. എന്താ ഇതന്നെ പ്രശ്നം പെട്രോളാണ്.
ആര് തല പൊക്കിയോ കൊല്ലും. രാജാവിനെ കൊന്നു. എന്റെ ലേശരാൻകുട്ടിയാണ്, കൊല്ലും. അതിന് മേലെ മൂക്കെടുക്കാൻ പറ്റൂല. കുറച്ചൊക്കെ ഞങ്ങൾ അമേരിക്കയിൽ നിന്നുള്ള ഭക്ഷണസാധനങ്ങളൊക്കെ നിർത്തിക്കോളി. ഞങ്ങൾക്ക് എന്തുണ്ട്, ഈത്തപ്പഴം ഒട്ടകപ്പാലും മതി. അപ്പൊ തോൽപ്പിക്കാൻ കഴിയില്ല, പിന്നെ കൊല്ലുക. ആരാ കൊന്ന്? സ്വന്തം കുടുംബക്കാരൻ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആൾ വെടിച്ചൊന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല പറയുന്നത്. അതിനൊക്കെ ആളുപേരുണ്ടാക്കും. ആയിരത്തി 1967 ഇസ്രായേലുമായി അറബ് യുദ്ധം വന്നപ്പോൾ ആരാണ് ചാരപ്പണിയെടുത്തത്? ഈ യുദ്ധത്തിൽ അറബികളെ നേതാവാരായിരുന്നു? ജമാലത്തുൻ നാസർ. ജമാലത്തുൻ നാസറിന്റെ സ്വന്തം മകളെ ഭർത്താവ് ഒറ്റി 6 ദിവസം കൊണ്ട് തകർന്ന നിൽപ്പണം. പരിസരത്തുള്ള കോടാന കോടി സമ്പത്തും ലക്ഷക്കണക്കിന് വിമാനം, പട്ടാളക്കാരും, 100 കണക്കിന് വിമാന സൗകര്യവും. 10 താഴെ വിമാനേ അന്ന് ഇസ്രായേലിനുള്ളൂ. 200-ലേറെ വിമാനം അറബികൾക്കുണ്ട്. എന്നിട്ട് അറബികൾ തൊട്ടു. എന്റെ ഒറ്റിക്കൊടുത്തു. ആര്? ജമാൽ അബ്ദുൽ നാസറിന്റെ മകളൊപ്പം കിടന്നുറങ്ങണ ഭർത്താവ്. അയാൾ അന്ന് ബ്രിട്ടനിലേക്ക് പോയി. അയാൾ ബ്രിട്ടനിലാണ് മരിച്ചത്. പിന്നെ അയാൾ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കവേ അയാൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. പിന്നെ ലോകം അറിയുന്നു. ആത്മകഥ എഴുതുന്ന ആൾക്ക് അത് കഴിഞ്ഞിട്ട് ചാടിയപ്പോ തിരിഞ്ഞില്ല. എന്തുണ്ടായത്? ജമാലത്തുൻ നാസറിന്റെ 1967 യുദ്ധത്തിൽ ജമാലത്തുൻ നാസറാണ് അറബികളെ നേതാവ്. അയാൾ സ്വന്തം മകളെ ഭർത്താവാണ്. എന്ത്? അയാളെ പറ്റി സിനിമ ഇറങ്ങി, ദി ഏഞ്ചൽ, മാലാക. യൂറോപ്പ് അയാളെ പറ്റി സിനിമ ഇറക്കി. ആരെ പറ്റി? അഷ്റഫ് എന്നാണ്. അഷ്റഫ് എന്നാണ് അയാളെ പറ്റി സിനിമ ഇറക്കി. ആര്? യൂറോപ്പ്. സിനിമയുടെ പേരെന്താ? ദി ഏഞ്ചൽ. എന്താ അർത്ഥം? മാലാക, മലക്കായിരുന്നു. ആര്? ഈ അഷ്റഫ് മർവാൻ എന്നാണ് എൻ്റെ ഓർമ്മ. അഷ്റഫ് മർവാൻ. അയാൾ ചേക്കേറിയ എവിടേക്ക്? പിന്നെ അങ്ങോട്ട് വന്നില്ല. പിന്നെ അയാൾ എവിടെയാ ജീവിച്ചേ? ബ്രിട്ടനില്. ബ്രിട്ടന്റെ കുട്ടിയാണല്ലോ ആര്? ഇസ്രായേലിനെ സംരക്ഷിച്ചത് ഇയാളാണ്, അഷ്റഫ് മർവാൻ ആരാ? പറേ. ജമാൽ അബ്ദുൽ നാസറിന്റെ മോളെ ഭർത്താവ്. എന്നിട്ട് അയാൾ അവിടെ കൊല്ലങ്ങളോളം ജീവിച്ചു. വലിയ കച്ചവടക്കാരനായി. വലിയ സൗകര്യം ബ്രിട്ടൻ ചെയ്തു കൊടുത്തു. അവസാനം അയാൾ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കവേ അയാൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ. അല്ല, ആ ആത്മകഥയെങ്കിലും എഴുതി കഴിഞ്ഞിട്ട് ചാടിയ പോരെ? എന്തുകൊണ്ട്? ആത്മകഥ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിൽക്കളി ഉണ്ടാവില്ല. ബ്രിട്ടന് ആകാശത്ത് നീ ആടേണ്ടി വരും. ഒന്നു ഒക്കെ നമുക്ക് ആളുണ്ടായി. എന്റെ അധികാരം അവരുടെ കയ്യിലാണ്, പെട്രോളിയം അവരുടെ കയ്യിലാണ്, കാര്യങ്ങൾ അവരുടെ കയ്യിലാണ്. ഇത് നമ്മളെ മുസ്ലിം പണ്ഡിതന്മാർ പഠിക്കൂല. പഠിച്ചാൽ അത് യൂറോപ്പിനെ ദേഷ്യപ്പെടുത്തും. യൂറോപ്പിനെ ദേഷ്യപ്പെടുത്തിയാൽ ആരും ദേഷ്യപ്പെടും. നമ്മൾ രാജാക്കന്മാർ ദേഷ്യപ്പെടും. അറബ് രാജാക്കന്മാരെ ദേഷ്യപ്പെടുത്തിയാൽ നമ്മളെ സ്ഥാപനങ്ങൾക്കും ദേഷ്യപ്പെടും. അപ്പൊ പിന്നെ ഒന്നും വേണ്ട. നമ്മൾ പള്ളി ഉണ്ടാക്കി തരണ പോലെയല്ലേ, നമ്മൾ മദ്രസക്ക് പൈസ തരുന്ന പോലെയല്ലേ, നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കണ പോലെ തന്നെയല്ലേ. ഇല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ നടക്കുക? നിങ്ങളെ ബാപ്പാനൊരുത്തും കൊന്നു. എന്നിട്ട് ആ മാസാമാസം നിങ്ങൾക്ക് 5000 റുപ്യ അയച്ചു ഗൾഫിന്ന്. പിന്നെ നിങ്ങൾ ഓൻ്റെ മതി പറയാൻ തുടങ്ങി. ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു വിടുന്നത്. ഓനാരാ? ഇനി പറയണ്ട. മനസ്സിലായില്ല? ഇവിടെ ആണടോ ഇപ്പൊ മുസ്ലിമീങ്ങളുള്ളത്. സ്വന്തം ബാപ്പാനെ കൊന്നോൻ മാസം 5000 റുപ്യ അയച്ചു തരും. അപ്പൊ ഉമ്മാക്ക് നല്ല തൃപ്പതിയാണ്. എന്തായാലും ആ കുട്ടി ഉണ്ടായതുകൊണ്ട് നമ്മള് കഞ്ഞി കുടിച്ചു പോണ്.
അപ്പൊ ഓന്റെ മധുവും പറഞ്ഞ അങ്ങനെ ഇരിക്കും. ബനാര ബാപ്പാനെ നെഞ്ചത്ത് കടാരി ഇറക്കി കൊന്നോൻ, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ ആ ചരിത്രം വല്ലാതെ മക്കൾ പറയില്ല അതിനെപ്പറ്റി. ഏതായാലും ബാപ്പ മരിച്ചില്ലേ, അതൊക്കെ മെസറിന്ന് നോക്കാം. ദുന്യാവ് നോക്കിയാൽ നഷ്ടണ്ടാവും ഉമ്മാക്ക്. ബന്നറ്റിന് 5000 കിട്ടൂല. എന്നാ മുസ്ലിമീങ്ങൾ ഇപ്പോൾ ഒരു ഗവേഷണം നടത്തുക. 25 വട്ടം എന്തിനാ റഹ്മത്തുള്ളാഹി ഖാസിമി ഇസ്രായേലിലേക്ക് പോയിരുന്നു? അതാ ഗവേഷണം. ഓ വല്ലാത്ത ഗവേഷണം തന്നെ. ഞങ്ങളൊക്കെ എനിക്ക് തിരിയണല്ലോ. ഞാൻ ഇസ്രായേലൊക്കെ പോയിപ്പോ ഊട്ടുവഴി വരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ബോംബിടാനൊന്നല്ല, എന്താണ് അവിടെ നടക്കുന്നത് അതറിയണ്ടേ. എനിക്കത് പഠിക്കാൻ വേണ്ടിയാണ്. ആരാ ചതിച്ചെന്നെങ്കിലും എന്നറിയാലോ. അത്ര തന്നെ. അപ്പൊ ഈ വിഷയത്തിലൊരു ഗവേഷണം മുസ്ലിങ്ങൾ പിന്നീട് നടത്തിയില്ല. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന യൂഫ്രട്ടീസ് തടം ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് കീഴടക്കിയത് പോലും ഈ പ്രദേശത്തെ വൻ എണ്ണ നിക്ഷേപം മുന്നിൽ കണ്ടതുകൊണ്ട് മാത്രമാണ്. പിന്നീട് ഒന്നാം ലോക മഹായുദ്ധാനന്തരം പശ്ചിമേഷ്യ മുഴുവനും ബ്രിട്ടന്റെയും സഖ്യകക്ഷികളുടെയും കൈവശമെത്തുകയും ബ്രിട്ടന്റെ നേതൃത്വത്തിൽ വിപുലമായി പെട്രോളിയം ഖനനം ആരംഭിക്കുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പിന്നെ ഈ ഇറാഖ് മിഡിൽ ഈസ്റ്റ് ഒക്കെ ആരെ കയ്യിലായി? എല്ലാം ബ്രിട്ടന്റെ കയ്യിൽ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1927 ഒക്ടോബർ 14 കിർക്കുക്ക്, ഇറാഖി നഗരമായ കിർക്കുക്കിൽ അതിഭീമൻ പെട്രോളിയം ശേഖരം കണ്ടെത്തിയതോടെ പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും ചരിത്രവും നാഗരികതയും അപ്പാടെ മാറി മറിഞ്ഞു. കിർക്കുക്കിലെ ഈ അതിഭീമൻ എണ്ണപ്പാടത്തോടെയാണ് ആധുനിക പെട്രോളിയം യുഗം ആരംഭിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ പറയാം. അതിന്റെ ഒരു ഇൻട്രോ പറയലായിരുന്നു എന്റെ ഉദ്ദേശം. കിർക്കുക്കിൽ നിന്ന് പൊട്ടിയപ്പോ സംഭവം എണ്ണ അങ്ങോട്ട് പൊട്ടി പുറത്തേക്കാടി 27, പിന്നെ അത് ഒതുക്കിക്കുന്നത് 31. പുഴ പോലെ ഒഴുക. എന്ത് പെട്രോളിയം അത് ഒതുക്കണ 31. അതുവരെ ഒഴുകി. എണ്ണയുടെ റിവർ ഓഫ് ഓയിൽ. മനസ്സിലായില്ല? എന്താ വിചാരിക്കണത്? കോട്ടാനക്കോടി നഷ്ടപ്പെട്ടു. കാരണം അത് ഒതുക്കാൻ കഴിയില്ല. പെട്രോളിയം പുറത്തു വന്നപ്പോൾ 5 തൊഴിലാളികൾ അപ്പം മരിച്ചു. എന്തുകൊണ്ട്? എന്നാ ഈ പെട്രോളിയം ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ എടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ വരൂല. അപ്പൊ ഒരു മുൻകരുതലുണ്ടായില്ല. ഇതങ്ങോട്ട് വന്നു. 42 മീറ്റർ ഉയരത്തില ഫസ്റ്റിലെ ചാട്ടം. ആ കൊയലടിച്ചപ്പോ എല്ലാം പൊട്ടി. കൊയലൊക്കെ പോയി. 13 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ. എത്ര? 13 നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് പെട്രോളിയം. അപ്പൊ ഈ പൈപ്പും പിടിച്ചു നിൽക്കുന്ന പൈപ്പ് പൊട്ടി 5 തൊഴിലാളികൾ അപ്പം മരിച്ചു. ഇങ്ങനെ സംഭവം ചരിത്രത്തിലില്ല. അതും ഡ്രില്ലിങ് തുടങ്ങിയ അന്ന് കിട്ടൂല. കാരണം ഈ മനസ്സിലായില്ല, ഈ കവർ റോക്ക് എന്ന് പറഞ്ഞാൽ വലിയ കട്ടി ഉണ്ടാവും. പെട്രോളിയത്തിന് കവർ റോക്ക് ഉണ്ട്. ഈ കവർ റോക്ക് ഭയങ്കര കട്ടി ഉണ്ടാവും. അതുകൊണ്ട് അത് തുളച്ച് ഡ്രില്ലിങ് കഴിഞ്ഞ് എണ്ണയുടെ ഏരിയയിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. 1927 ഒക്ടോബർ 14 ഡ്രില്ലിങ് തുടങ്ങിയത്. അന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴും പൊട്ടി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തിന് സാധനം പൊട്ടി. അപ്പൊ പൈപ്പും പിടിച്ചു നിൽക്കുന്ന തൊഴിലാളി 5 അപ്പോൾ വെച്ചു. പരിസരം നിറഞ്ഞു. പിന്നെ പെട്രോളിയം റിവർ ഉണ്ടായി കിർക്കുക്കിൽ നിന്ന്. പൊട്ടിക്കിടിച്ച് ഇതെന്താ? ഇതിനേക്കാൾ വലിയ സ്വർണ്ണുണ്ടോ? 1934 വരെയുള്ള ഏകദേശം 5 കൊല്ലക്കാലം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ റിവർ നിന്നത്. പെട്രോളിയം റിവർ പൊട്ടിങ്ങി പുറത്തേക്കാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും.